മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 21, 22 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ എഴുതിയിരിക്കുന്നു, അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല, 770 വട്ടമെന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. For today's meditation, let's turn our attention to Matthew chapter 18 verse 21-22. Then Peter came to him and said, Lord, how often shall my brother sin against me and I forgive him? Up to 7 times? Jesus said to him, I do not say to you up to 7 times, but up to 70 times 7. ഈ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച്, ദൈവസഭയെ സംബന്ധിച്ച്, പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ച്, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച്, വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു നവീകരണവും രൂപാന്തരവും ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അധ്യായമാണ്. മത്തായി സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ ക്ഷമിക്കുന്ന മനോഭാവങ്ങളിൽ വെളിപ്പെടുന്ന ദൈവികമായ അനുഗ്രഹത്തെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ക്ഷമ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള കാര്യം യേശു കർത്താവ് ഇവിടെ വ്യക്തമാക്കുകയാണ്. അതിന് പത്രോസ് കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ച ചോദ്യം, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? ആ ചോദ്യം ഇങ്ങനെയാണ്, കർത്താവേ, എത്ര വട്ടമാണ് ഞാൻ ക്ഷമിക്കേണ്ടത്? എന്നിട്ട് പത്രോസ് തന്നെ പറയുന്നു, 7 വട്ടം മതിയോ? അപ്പൊ കർത്താവായ യേശു ക്രിസ്തു അവനോട് പറയുകയാണ്, 7 വട്ടമല്ല, 770 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവിടെ യേശു കർത്താവിനോട് പത്രോസ് 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്നത് 7 തവണ ക്ഷമിക്കുന്നതിനെ കുറിച്ചല്ല. വാസ്തവത്തിൽ 7 വട്ടമല്ല, 770 വട്ടം എന്ന് യേശു പറഞ്ഞത് 7 × 70 490 പ്രാവശ്യം ക്ഷമിക്കണം, 491-ാമത്തെ പ്രാവശ്യം തിരിച്ചടിക്കണം എന്നല്ല. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 70 തവണ ക്ഷമിക്കണമെന്നോ 490 പ്രാവശ്യം ക്ഷമിക്കണമെന്നോ എന്നുള്ളതല്ല. പിന്നെയോ, ക്ഷമിക്കുന്ന മനോഭാവങ്ങൾക്കകത്ത് വെളിപ്പെടുന്ന ദൈവാനുഗ്രഹത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ക്ഷമിക്കുന്ന മനോഭാവത്തിൽ വെളിപ്പെടുന്ന ആത്മീയ പക്വതയെ കുറിച്ചാണ് യേശു കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതിനുവേണ്ടി അതേ അധ്യായം, മത്തായി സുവിശേഷം 18-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങളിൽ ക്ഷമയെക്കുറിച്ച് പത്രോസിനെ പഠിപ്പിക്കേണ്ടതിന് യേശു കർത്താവ് വളരെ വ്യക്തമായി ഒരു ചരിത്രം, അല്ലെങ്കിൽ ഒരു ഉപമ പറയുന്നു, ഒരു സാദൃശ്യം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഉപമ, എക്സാമ്പിൾ യേശു കർത്താവ് പറയുകയാണ്. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർക്കുവാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അവർ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർക്കുവാൻ കൽപ്പിച്ചു. നമുക്കറിയാം, അടുത്ത ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു, യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലതും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. 27-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ ആ ദാസൻ, യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. 28-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപ്പെട്ട ഒരു കൂട്ടുകാരനെ കണ്ടു. തൊണ്ടയ്ക്ക് പിടിച്ചു ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് അവനോട് പറഞ്ഞു. അവന്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാമെന്ന് അവനോട് അപേക്ഷിച്ചു. 30-ാമത്തെ വാക്യത്തിൽ, എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിൽ ആക്കി വെച്ചു. അവിടെ എഴുതിയിരിക്കുകയാണ്, ഈ സംഭവിച്ചത്, 31-ാം വാക്യത്തിൽ, ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ച് ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനനെ ബോധിപ്പിച്ചു. 32-ാമത്തെ വാക്യത്തിൽ, യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കിയാൽ ഞാൻ ആ കടമൊക്കെയും നിനക്ക് ഇളച്ചു തന്നല്ലോ. 33-ാമത്തെ വാക്യത്തിൽ, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്ക് കൂട്ടുദാസനോടും കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അടുത്ത വാക്യത്തിൽ പറയുന്നു, അങ്ങനെ യജമാനൻ കോപിച്ചു, അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്ന് പറഞ്ഞാൽ
35-ാമത്തെ വാക്യത്തിലാണ് യേശു കർത്താവ് അത് കൺക്ലൂഡ് ചെയ്യുന്നത്. നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. ഇവിടെ ഒരു ഉപമയിലൂടെ വളരെ ആഴമേറിയ വാസ്തവമായ ചില സത്യങ്ങളെ യേശു കർത്താവ് വെളിപ്പെടുത്തുകയാണ്. നമുക്കറിയാം, യേശു കർത്താവ് ഒരു ഉപമ പറഞ്ഞതിന് ശേഷം അത് കൺക്ലൂഡ് ചെയ്യുന്നത് സംഭവിക്കുവാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യത്തെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ആ പറഞ്ഞ കാര്യത്തെ ചെറുതായി കാണരുത്. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർക്കാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. ഇവിടെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം, ഈ രാജാവെന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവത്തിന് നിഴലായി നിൽക്കുന്നു. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അത് വീട്ടാൻ വകയില്ലാകിയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർക്കുവാൻ കൽപ്പിച്ചു. ആ സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഈ ദാസന്റെ കടം അവൻ ഇളച്ചു കൊടുക്കുന്നു. എന്നാൽ ഈ ദാസന് മറ്റൊരു കടക്കാരനുണ്ടായിരുന്നു. ഇവന്റെ കയ്യിൽ നിന്ന് വേറൊരുത്തൻ കടം എടുത്തിട്ടുണ്ടായിരുന്നു. അവനോട് ക്ഷമിക്കാൻ ഇവൻ തയ്യാറാകുന്നില്ല. അപ്പം ക്ഷമിക്കപ്പെട്ടവൻ മറ്റൊരുത്തനോട് ക്ഷമിക്കുവാൻ കടപ്പെട്ടവനാണ് എന്നൊരു സത്യമാണ് യേശു ഈ ഉപമയിലൂടെ പഠിപ്പിക്കുന്നത്. ഞാൻ ഒന്നും കൂടെ നിങ്ങളോട് പറയുന്നു. ജിജി മോഹൻ പാസ്റ്റർ അതിന്റെ 27 മുതലുള്ള ഭാഗങ്ങളൊന്ന് വായിച്ചു കേൾപ്പിച്ചു. 27 മുതൽ. യെസ്. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ച് കടവും ഇളച്ചു കൊടുത്തു. അപ്പോ ആ ദാസൻ അവനെ മനസ്സലിഞ്ഞു വിട്ടയച്ച് കടവും ഇളച്ചു കൊടുത്തു. ആ ദാസൻ ഈ ഇളച്ചു കിട്ടിയ, ഫ്രീ ആയ, സ്വതന്ത്രനായ, വിമോചിക്കപ്പെട്ട, ക്ഷമിക്കപ്പെട്ട ഈ മനുഷ്യൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടപ്പെട്ട ഒരു കൂട്ടുകാരനെ കണ്ടു. ക്ഷമിക്കപ്പെട്ടവൻ മറ്റൊരുത്തനെ കണ്ടു. അവൻ എന്ത് ചെയ്യുന്നു? അവന്റെ കൂട്ടുകാരന്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കുന്നു. എന്നിട്ട് പറയുന്നു, നിന്റെ കടം തീർക്കുക എന്ന് പറയുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യത്തെ വ്യക്തി അവൻ 10,000 താലന്താണ് കടം ഉണ്ടായിരുന്നത്. നിങ്ങൾ ഈ ഭാഗം ശ്രദ്ധിച്ചാലേ മനസ്സിലാകുള്ളൂ. ബൈബിളിൽ ശ്രദ്ധിച്ചു വെക്കണം. 10,000 താലന്ത് കടം ഉണ്ടായിരുന്നവനോട് രാജാവ് ക്ഷമിച്ചു. പക്ഷെ ഈ 10,000 താലന്ത് കടം ക്ഷമിക്കപ്പെട്ടവൻ 100 വെള്ളിക്കാശ് ഇവനോട് കടപ്പെട്ടവനോട് ക്ഷമിക്കാൻ തയ്യാറാകുന്നില്ല. ഇവിടെയാണ് ദൈവമക്കൾ വളരെ ഗൗരവമായി ഈ ഭാഗത്തെ കാണേണ്ടത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നമ്മളോട് കാണിച്ച ക്ഷമ എന്ന് പറയുന്നത് വളരെ ആഴമുള്ളതാണ്. അവൻ നമ്മളോട് ക്ഷമിച്ച ആ ക്ഷമയുടെ ആഴം, നമ്മളോട് കാണിച്ച സ്നേഹത്തിന്റെ ആഴം വളരെ വലുതാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മളോട് കർത്താവ് ക്ഷമിച്ചതുപോലെ തന്നെ നാമും മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കടപ്പെട്ടവരാണ്, ബാധ്യസ്ഥരാണെന്നുള്ള ബോധ്യം ഇന്ന് പലരിലും കാണുന്നില്ല. ഞാൻ അങ്ങനെ ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അങ്ങനെ ആകരുത് എന്ന് തിരുവെഴുത്തിൽ വ്യക്തമാക്കുന്നു. കാരണം ഈ ഭാഗം യേശു കർത്താവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതിന്റെ 30-31 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. 30-31 വാക്യങ്ങൾ. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിൽ ആക്കിച്ചു. അപ്പോ അവനെ തടവിലാക്കി. എന്നിട്ട് എന്നാ ചെയ്ത്? 31 വാക്യത്തിൽ, ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കിയാൽ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. യജമാനനായവൻ പറയുന്നു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിച്ചപ്പം, നീ എന്റെ കാലേ വന്ന് നിന്റെ 10,000 താലന്തിന്റെ കടം അതിന്റെ കാര്യം നിനക്ക് വീട്ടാൻ വകയില്ലെന്നൊക്കെ എന്നോട് പറഞ്ഞപ്പം ഞാൻ നിന്നോട് ക്ഷമിച്ചു. എത്ര വലിയ ക്ഷമയാണ് ഞാൻ നിന്നോട് കാണിച്ചത്, സ്വർഗത്തിലെ ദൈവം നിന്നോട് കാണിച്ചത്. എന്നിട്ട് ആ കടമെല്ലാം ഞാൻ നിനക്ക് ഇളച്ചു തന്നിട്ട് 33-ാമത്തെ വാക്യത്തിൽ കർത്താവ് അവനോട് പറയുകയാണ്, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്ക് കൂട്ടുദാസനോട്, നിന്റെ കൂട്ടുവേലക്കാരനോട്, നിന്റെ ഫെലോ സെർവന്റിനോട് കരുണ തോന്നേണ്ടതല്ലയോ? അപ്പോ ഒരാളിനോട് നമ്മൾ എങ്ങനെയാ ക്ഷമിക്കേണ്ടത് എന്നുള്ളതാണ് യേശു അവിടെ പഠിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് ക്ഷമിക്കേണ്ടത്? കർത്താവ്, രാജാതി രാജാവ്
നമ്മോട് ക്ഷമിച്ചതുപോലെയാണ് നാമും മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടത് എന്ന സത്യത്തെ, യാഥാർത്ഥ്യത്തെ ഈ ഒരു ഉപമയിലൂടെ യേശു പഠിപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ക്ഷമിക്കുവാനുള്ള മനോഭാവം ഇല്ലെങ്കിൽ, ആ നിലകളിലല്ല നിങ്ങളുടെ ആറ്റിറ്റ്യൂഡെങ്കിൽ, അടുത്ത വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അവിടെ എഴുതിയിരിക്കുകയാണ്, അങ്ങനെ യജമാനൻ കോപിച്ചു, അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവർ, ക്ഷമിക്കപ്പെടാത്ത, ഇത് കേട്ടോണം, ലൈവിൽ ശ്രദ്ധിച്ചോണം, ക്ഷമിക്കപ്പെട്ടവൻ ക്ഷമിക്കാത്ത മനോഭാവമുള്ളവൻ, ഇവൻ ക്ഷമിക്കപ്പെടാത്തവനല്ല, ദുഷ്ടനും നീചനും ഒന്നുമല്ല, രാജാവിനെ പരിചയമില്ലാത്തവനല്ല, രാജാവിനെ അറിഞ്ഞവൻ. ഞാൻ ഈ രാജാവ് എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തെയാണ്, സ്വർഗത്തിലെ ദൈവത്തെയാണ്. ഈ രാജാവിനെ അറിഞ്ഞവൻ, രാജാവിൽ നിന്ന് ക്ഷമ പ്രാപിച്ചവൻ, അല്ലെ യജമാനിൽ നിന്ന് ക്ഷമ പ്രാപിച്ചവൻ, യജമാനന്റെ നന്മകൾ അനുഭവിച്ചവൻ, ആ മനുഷ്യന്റെ മനോഭാവം മറ്റുള്ളവരോട് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ വിലയിരുത്തുന്നത്. യജമാനൻ കോപിച്ചു, അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. 35-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി പറയും, നിങ്ങൾ ഓരോരുത്തൻ ഈ നിലയിൽ സഹോദരനോട് ക്ഷമിക്കാഞ്ഞാൽ എന്നുള്ള പദമല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. അപ്പോൾ ക്ഷമിക്കപ്പെട്ടവർ ക്ഷമിക്കുന്നവരായിരിക്കണം, സ്നേഹിക്കപ്പെട്ടവർ സ്നേഹിക്കുന്നവരായിരിക്കണം, ദൈവത്തിന്റെ കരുതലുകൾ അനുഭവിച്ചവർ കരുതുന്നവരായിരിക്കണം എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ വ്യക്തമാക്കുന്നു. അങ്ങനെ അവർ ചെയ്തില്ലെങ്കിൽ അവർക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ട് എന്ന വ്യക്തമായ സത്യവും യേശു ഈ ഉപമയിലൂടെ പത്രോസിന്റെ ചോദ്യത്തിന് ഉത്തരത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. Matthew chapter 18 is an important chapter which rings and bells with enough of spiritual principles which a person would like to grow in the Lord can emulate. And we find here Peter is asking how many times I should forgive. 7 is enough or not? And the Lord says 70 times 7, that's almost 490 times. The Lord is not saying that the 491th time you should not forgive. It's not like that. It's the unlimited frequency with the Lord is saying there, and he's explicating that with the parable of this unforgiving servant. He had some 10,000 talents to be given to the master, and the master forgives him when he pleads, and finally when he goes out he finds another person who owes him almost 100 denarii, and he actually catches hold of that person and treats so badly because he owes him something. And what happens is the master comes to know all these things and puts this person, this wicked servant in the hands of the torturers until and unless the last coin is given him back. What's the spiritual principle here? The principle is that if you have received forgiveness from the Lord, you are supposed to forgive others. What's the parameter of the forgiveness? You were in total depravity in sin, and the Lord, the heavenly Father, the King up there totally forgiven you, and that's the parameter with which you are supposed to forgive others. If you have freely received love from the Lord, freely love. If you have received the benevolence from the Lord, be benevolent to others. And the concluding words here is 35th verse, so my heavenly Father also will do to you if each of you from his heart does not forgive his brother his trespasses. So there is a judgment waiting for those people who do not forgive the brethren. വിശുദ്ധ ബൈബിളിൽ യേശു കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചത് നിങ്ങൾ സൗജന്യമായി കൊടുപ്പീനെന്ന് യേശു കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി കൊടുപ്പീൻ എന്ന് പറയുമ്പോൾ അത് കൃപാവരമാണ്, രോഗികളെ സൗഖ്യമാക്കുന്നതാണ്, ദൈവത്തിന്റെ കൃപാദാനങ്ങളാണ്. ശരിയായിരിക്കാം, അത് അങ്ങനെ നിൽക്കട്ടെ. പക്ഷേ നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചത് നിങ്ങൾ സൗജന്യമായി കൊടുപ്പീനെന്ന് പറഞ്ഞത് എല്ലാ അർത്ഥത്തിലുമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം.
നിങ്ങൾക്ക് ലഭിച്ച പാപക്ഷമ സൗജന്യമായി ലഭിച്ചതാണ്. ഫൊർഗീവ്നെസ് എന്ന വാക്ക് തന്നെ ഇംഗ്ലീഷിൽ ആ ഗിവ് എന്ന പദം അതിനകത്ത് വരുന്നുണ്ട്. ഫൊർഗീവ്നെസ്, നിങ്ങൾക്ക് ലഭിച്ച, ദൈവം ദാനമായി തന്ന ഒന്നാണ് ക്ഷമ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ സൗജന്യമായി ലഭിച്ചതിനെ സൗജന്യമായി കൊടുക്കാൻ കഴിയണം. നിങ്ങൾക്കും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയണം. നിങ്ങൾ ക്ഷമിക്കപ്പെട്ടവരാകയാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണം. നിങ്ങൾ കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരാകയാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ കരുതാൻ കഴിയണം. നിങ്ങൾ ദൈവത്താൽ കരുതപ്പെട്ടവരാകയാൽ. എന്നെ കേൾക്കുന്നവരെ, അതുകൊണ്ടാണ് യേശു കർത്താവ് തൻ്റെ പ്രാർത്ഥനയിൽ പോലും, അല്ലെങ്കിൽ ശിഷ്യന്മാർ യേശുവിനോട്, ഞങ്ങളെ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ചോദിച്ച അതിപ്രസിദ്ധമായ, ലോകപ്രസിദ്ധമായ ആ പ്രാർത്ഥന മത്തായി 6:12 എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരാണെങ്കിൽ മാത്രമേ ഞങ്ങളും ക്ഷമ അർഹിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ ആ ക്ഷമ ഞങ്ങളും അർഹിക്കുന്നുള്ളൂ. ഇത് വിശുദ്ധ ബൈബിളിൽ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്നു. യേശു കർത്താവ് വളരെ വ്യക്തമായി ഇത് പഠിപ്പിച്ചിരിക്കുന്നു. അവർക്ക് ന്യായവിധി, അങ്ങനെ ക്ഷമിക്കാത്തവർക്ക് അവരിനി എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും, എക്സ്ക്യൂസ് പറഞ്ഞാലും, ഇങ്ങനെയൊക്കെ പാസ്റ്റർമാരൊക്കെ ബ്രദർമാരൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് പറഞ്ഞ് ഇവനെയൊക്കെ എനിക്കറിയാവുന്നൊക്കെ പറഞ്ഞു പോയാലും നിന്നെ ഒരു വലിയ ജഡ്ജ്മെന്റ് കാത്തിരിപ്പുണ്ടെന്നുള്ള സത്യത്തെ വിസ്മരിച്ച് കളയരുത്. ദയവായി തൊഴുകയോടെ സ്നേഹത്തോടെ ഞാൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത്, ക്ഷമയെന്ന് പറയുന്നത്, അത് ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്. ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചവനാണ്. പ്രാർത്ഥന പോലും സ്വർഗത്തിലെത്തണമെങ്കിൽ, പ്രാർത്ഥന പോലും പ്രാധാന്യതയുള്ളതായി തീരണമെങ്കിൽ, പ്രാർത്ഥന പോലും വാല്യുബിൾ ആയി തീരണമെങ്കിൽ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ നിന്റെ യാഗവസ്തു നീ യാഗപീഠത്തിലേക്ക് കൊണ്ടുവരുന്നതിനു മുൻപ് നീ അവനുമായി നിരന്നതിന് ശേഷം, ക്ഷമ പറഞ്ഞതിന് ശേഷം നീ യാഗപീഠത്തിലേക്ക് വരിക എന്ന് യേശു കർത്താവ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാധിക്കുന്നതിനൊക്കെ മുമ്പ്, കൈയടിക്കുന്നതിനും അന്യഭാഷ പറയുന്നതിനും ഒക്കെ മുൻപ്, ഉച്ചത്തിൽ ഹല്ലേലൂയ പറയുന്നതിനൊക്കെ മുൻപ്, എവിടെങ്കിലുമൊക്കെ ആരോടെങ്കിലുമൊക്കെ ക്ഷമിക്കുവാനുണ്ടെങ്കിൽ ക്ഷമിക്കുവാൻ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. കർത്താവോട് പറയും, നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ എങ്ങനെയാണോ ക്ഷമിച്ചത്, സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ കടങ്ങളെ ദോഷങ്ങളെയും ആ നിലയിൽ ക്ഷമിക്കും. മത്തായി 18:35 നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ അതിൽ യേശു പറഞ്ഞത്, നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യുമെന്ന് പറഞ്ഞത് യേശു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി. മത്തായി 6:12 വരുമ്പോൾ യേശു കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മോഡലിൽ യേശു കർത്താവ് അത് വ്യക്തമാക്കുന്നു, പ്രിയപ്പെട്ടവരെ. അപ്പൊ ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? The forgiveness mean the freedom to let go. നമ്മളെ സ്വതന്ത്രമായി വിട്ടയക്കുന്ന ഒന്നാണ്, ക്ഷമിക്കപ്പെട്ട് വിട്ടയക്കുന്ന ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ ഫൊർഗീവ്നെസ് എന്ന വാക്കുകൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത്. ഈ കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സംഭവമാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ. വ്യഭിചാര കർമ്മത്തിൽ പിടിച്ച സ്ത്രീയെ ദേവാലയത്തിന്റെ നടുവിൽ കൊണ്ടുവന്ന് നിർത്തി മോശയും ന്യായപ്രമാണവും ഇവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ പറയുമ്പോൾ, ഗുരുവേ അവിടുന്ന് എന്താണ് പറയുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ മുൻപിൽ, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ 10-11 വാക്യങ്ങളിൽ യേശു ആ സ്ത്രീയോട് പറയുന്നുണ്ട്. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ അവരെവിടെ, നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, എന്റെ ക്ഷമ നിന്നിൽ വന്നിരിക്കുന്നു, പോക, ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞു. അവിടെ ആ പോക എന്ന പദം കണ്ടോ? ഗോ എന്ന പദം കണ്ടോ? ഗോ ആൻഡ് സിൻ നോ മോർ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ വിട്ടയക്കുക എന്നുള്ളതാണ്.
ദൈവം എന്റെ പാപങ്ങളെ ക്ഷമിച്ചുവെങ്കിൽ, കർത്താവ് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചുവെങ്കിൽ, യേശുവിന്റെ പരിശുദ്ധമായ രക്തം നിങ്ങളുടെ പാപങ്ങളെ കഴുകി നിങ്ങളെ വിശുദ്ധീകരിച്ചെങ്കിൽ, നിങ്ങൾക്ക് പാപക്ഷമ നൽകി അവൻ നിങ്ങളെ സ്വതന്ത്രരാക്കി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കാരണം അക്ഷമ എന്ന് പറയുന്നത് ഒരു തിന്മയാണ്, ഒരു പാപമാണ്, കയ്പിന്റെ വേരാണ്. അത് നിങ്ങളെ ബന്ധിക്കുന്ന ഒരു ചങ്ങലയാണ്. ആ ചങ്ങലകൾ നിങ്ങളെ ബന്ധിച്ചിരിക്കുമ്പോൾ, നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം, ക്ഷമിക്കപ്പെടാത്ത തിന്മകൾ നിമിത്തം നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ, യേശു കർത്താവിന്റെ പരിശുദ്ധമായ രക്തം നിങ്ങളിലേക്ക് ഒഴുകി നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറയുന്നത് നിമിത്തം ദൈവികമായ ഒരു ക്ഷമ നിങ്ങൾ പ്രാപിച്ചു കഴിയുമ്പോൾ, അവിടെ നിങ്ങൾ അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു സ്വാതന്ത്ര്യമാണ്. അതാണ് യോഹന്നാൻ 8:36 പറയുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പുത്രൻ എവിടെയാണ് സ്വാതന്ത്ര്യം വരുത്തിയത്? രാജ്യത്തിനല്ല സ്വാതന്ത്ര്യം വരുത്തിയത്. അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയല്ല, പാപിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. പുത്രൻ കൊടുക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പാപിയെ അവന്റെ പാപബന്ധനത്തിൽ നിന്ന് വിടുവിച്ച്, അവന്റെ പൈശാചിക ബന്ധനത്തെ പൊട്ടിച്ച്, ഒരു പുതിയ ജീവിതത്തെ അവന് കൊടുത്തുകൊണ്ട്, പാപക്ഷമ നൽകിക്കൊണ്ട് അവനെ സ്വതന്ത്രനാക്കുമ്പോഴാണ് പുത്രനിലുള്ള സ്വാതന്ത്ര്യം അവൻ അനുഭവിക്കുന്നത്. ഇവിടെ വർഷങ്ങളായി പാപജീവിതം നയിച്ച ഈ സ്ത്രീ ദേവാലയത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ, ലോകം മുഴുവൻ അവളെ വിരൽ ചൂണ്ടുമ്പോൾ, യേശു കർത്താവ് അവളോട് പറയുന്നു, പോകാ, ആമീൻ, പോകാ, ഗോ എന്ന പദം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി പാപം ചെയ്യരുത്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, മകളെ, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ തന്നെ, ക്ഷമിക്കപ്പെടുക, ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം ദ ഫ്രീഡം ടു ലെറ്റ്സ് ഗോ, മുന്നോട്ട് പോകുവാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ്. ബന്ധനത്തിൽ നിന്ന്, കെട്ടുകളിൽ നിന്ന് എന്റെ സ്വർഗത്തിലെ ദൈവം എന്നെ വിടുവിച്ചു എന്നാണ്. ഇന്ന് ഈ ഞായറാഴ്ച പകലിൽ, ഈ മാർച്ച് മാസത്തിൽ ഓൺലൈനിലൂടെ ഈ സർവീസ് കാണുന്ന എത്ര പേര് പറയും, യേശുവിന്റെ പരിശുദ്ധമായ രക്തം, പരിപാവനമായ രക്തം എന്റെ മേൽ പകർന്ന് എന്റെ പാപങ്ങളെ ഞാൻ എന്റെ കർത്താവിനോട് ഏറ്റു പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച വലിയൊരു സ്വാതന്ത്ര്യമുണ്ട് എന്റെ ആത്മാവിൽ, എന്റെ ശരീരത്തിൽ, എന്റെ ചിന്തയിൽ, എന്റെ ജീവിതത്തിൽ ശത്രു കൊണ്ടുവച്ച പിരിമുറുക്കങ്ങൾ, മാനസികമായ തകർച്ചകൾ, എവിടേക്കോ ബന്ധിക്കപ്പെട്ട് തളർന്നു കിടന്ന അനുഭവങ്ങളിൽ നിന്ന് എനിക്കൊരു സ്വാതന്ത്ര്യം എന്റെ കർത്താവ് തന്നു എന്ന് പറയാൻ കഴിയുന്നവർ ഒരാമീൻ പറഞ്ഞ്. യഥാർത്ഥത്തിൽ അവിടെയാ പ്രിയപ്പെട്ടവരെ ക്ഷമയെന്ന് പറയുന്നതിന്റെ ആഴം വെളിപ്പെടുന്നത്. What's the basis for our prayer to be answered by the Lord? Jesus says in the model prayer in Matthew 6:12 that forgive us our sins as we forgive our debtors. When you go into the presence of the Lord, when you pray to the Lord, the sole basis in which He answers your prayer is based on how you forgive others. And what's the basis for our worship and offering to be accepted by the Lord? The Lord says, when you are going to offer something on the altar, even before you offer that on the altar, think about whether your brother has something towards you. If something is there that comes to your remembrance, just place that offering thing there, go and reconcile, and then come and worship. Even before you speaking tongues, even before you worship the Lord, even before you clap your hands, you have to be reconciled and you have to be forgiving your brother so that your worship will be acceptable unto the Lord. Forgiving means it's a freedom to let go. You are released yourself. The Lord has actually released yourself from the bondage of sin. This Jesus Christ says to the sinful woman in 8:11 of John's Gospel that neither do I condemn you, go your way, and from now on do not sin again. And in the coming verses, Jesus says that if the Son has let you free, you are free indeed. How do you experience the Spirit of the Lord, the forgiveness of the Lord in your life? Because your sins are forgiven by the Lord. And when that forgiveness you realize in your life, that is actually groundbreaking. It's
actually breaking your shackles, you experience a kind of freedom you never had, and the bondages are taken away. You enter into a new realm of freedom. You walk without shackles. That's the kind of freedom which the Lord gives when the Lord forgives you, and the same freedom the Lord expects from you towards others, so that you can move forward in the freedom. വാസ്തവത്തിൽ ഈ ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചത്. പാപത്തിൽ നിന്ന് കർത്താവ് നമ്മളെ ക്ഷമിച്ച് നമ്മളെ അവൻ വിട്ടയച്ചു. നമുക്കെതിരെ നടപടികൾ ദൈവം സ്വീകരിച്ചില്ല. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ, എനിക്കെതിരെ ഒരു നടപടിയും എൻ്റെ ദൈവം എടുക്കാതെ എൻ്റെ അകൃത്യങ്ങളെ എന്നോട് ക്ഷമിച്ച് എൻ്റെ ദൈവം എന്നെ സ്വാതന്ത്ര്യപ്പെടുത്തി എന്ന് പറയുന്നവർക്കായിട്ട് സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ ഈ forgiveness എന്ന് പറഞ്ഞാൽ ഫ്രീലി യു ഹാവ് റിസീവ്ഡ് ഫ്രീലി ഗീവ് എന്ന് പറഞ്ഞത്. അതാണ് മത്തായി സുവിശേഷം 10:8 എഴുതിയിരിക്കുന്നത്. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾ സൗജന്യമായിട്ട് കൊടുപ്പീൻ. ദാറ്റ് ഈസ് എ forgiveness. നമുക്ക് എന്താ സൗജന്യമായിട്ട് കിട്ടിയത്? നമ്മളെപ്പോഴും ആ ഒരു ഭാഗം എടുക്കുമ്പം നമുക്ക് സൗജന്യമായിട്ട് കിട്ടിയത് പരിശുദ്ധാത്മാവാണ്, അല്ലെങ്കിൽ അഭിഷേകമാണ്, രോഗശാന്തി വരമാണ്. അതൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കണം. കുഴപ്പമില്ല, ചെയ്യാം, അങ്ങനെ ചെയ്യുന്നോണ്ട് തരക്കേടില്ല. പക്ഷേ പ്രധാനമായും forgiveness എന്ന് പറയുന്നത് ഫ്രീലി യു ഹാവ് റിസീവ്ഡ് ഫ്രീലി ഗീവ് എന്ന് പറയുന്നത്, സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി കൊടുപ്പീൻ എന്ന് പറയുന്നത് വ്യക്തിപരമായി നമുക്ക് ലഭിച്ചതായ ദൈവിക ക്ഷമയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കടക്കാരോട് എങ്ങനെയാണോ നിങ്ങൾ ക്ഷമിച്ചത് ആ നിലയിലായിരിക്കും ദൈവത്തിന്റെ ക്ഷമ നിങ്ങളിലേക്ക് വരുന്നത്. മറ്റൊരു ഭാഗത്ത് യേശു പറയുന്നുണ്ട്, നിങ്ങൾ അളക്കുന്ന അളവിനാൽ തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടുമെന്ന്. കൊലോസ്യർ 3-ാം 12, 13, 14 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. നിങ്ങൾ ഈ ഭാഗം ഒന്ന് ദയവായിട്ട് ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ. ഇവിടെ എഴുതിയിരിക്കുകയാണ് നമ്മൾ എന്താണ് ധരിക്കേണ്ടത്. പ്രത്യേകിച്ച് ഒരു വസ്ത്രത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ആഭരണം ധരിക്കണമെന്നോ ആഭരണം ധരിക്കണ്ടെന്നോ എഴുതിയിട്ടില്ല. ഇവിടെ വെള്ളവസ്ത്രം ധരിക്കണമെന്നോ വെള്ളവസ്ത്രം ധരിക്കരുതെന്നോ എഴുതിയിട്ടില്ല. പക്ഷെ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ? വെള്ള മാസ്ക് ആണോ ഇടേണ്ടത്? വെള്ള ഉടുപ്പാണോ ഇടേണ്ടത്? വെള്ളവസ്ത്രമാണോ ധരിക്കേണ്ടത്? വെള്ളക്കാറയിലാണോ പോകേണ്ടത്? അല്ലെങ്കിൽ ആഭരണമാണോ ധരിക്കേണ്ടത്? ആഭരണമാണോ ധരിക്കാതിരിക്കേണ്ടത്? ഇതൊന്നും അല്ല ഇവിടെ. ധരിക്കേണ്ടത് എന്താന്ന് ഞാൻ ഒന്ന് പറഞ്ഞു തരാം, കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ധരിക്കേണ്ടത് എന്താണ്? ധരിക്കേണ്ടത് മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. അപ്പൊ ഇതൊന്നും ധരിക്കാതെ വേറെ എന്നാക്ക നിങ്ങൾ പുറമേ ധരിച്ചു എന്ന് പറഞ്ഞാലും അത് ദൈവവചനം അനുശ്വാസിക്കുന്ന കാര്യമല്ല. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് ഡ്രസ്സ് ധരിക്കാനല്ല, ക്ഷമ ധരിക്കുവാനാണ്, ദയ ധരിക്കുവാനാണ്, മനസ്സലിവ് ധരിക്കാൻ. ഇതൊന്നും ഇല്ലാതെ വേറെ എന്തോ ധരിച്ചത് കൊണ്ട് എന്താണ് അർത്ഥം? അടുത്ത വാക്യത്തിൽ പറയുന്നു, അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉണ്ടാകത്തില്ലെന്നൊന്നും പറയത്തില്ല കേട്ടോ, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വഴക്കുണ്ടായാൽ, എന്തെങ്കിലും ഒരു കശപിശ ഉണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. സാഹചര്യം അങ്ങനെ വന്നു പോയെങ്കിൽ തമ്മിൽ ക്ഷമിക്കണം. അപ്പം നമ്മൾ ചോദിക്കുക, എങ്ങനെ ക്ഷമിക്കണം? എന്നോട് കാണിച്ചത് ഓർത്താൽ, എന്നോട് പറഞ്ഞത് ഓർത്താൽ, എന്നോട് ആ പെരുമാറിയത് ഓർത്താൽ എനിക്കൊന്നും ക്ഷമിക്കാൻ പറ്റുകയില്ല എന്ന് ചിന്തിക്കുമ്പോൾ 13-ാം വാക്യം പറയുന്നു, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. അപ്പൊ കർത്താവ് എങ്ങനെയാ നിങ്ങളോട് ക്ഷമിച്ചത്? അമ്മ അറിയാത്ത, അപ്പൻ അറിയാത്ത, കുടുംബക്കാരറിയാത്ത, സഹോദരങ്ങൾ അറിയാത്ത എത്രയെത്ര വലിയ തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ദൈവത്തിന് നിരക്കാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞു കാണും, ചിന്തിച്ചു കാണും, പ്രവർത്തിച്ചു കാണും. അതെല്ലാം മനസ്സിൽ വെച്ച്, ഉള്ളത്തിൽ വെച്ച് ദൈവം പെരുമാറിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ നമ്മൾ ഉണ്ടാകുമോ പ്രിയപ്പെട്ടവരെ? ഇന്ന് ഈ ഭൂമിയിൽ ഒരിക്കലും നമ്മൾ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ
നിങ്ങളും ക്ഷമിക്കുവീൻ, അങ്ങനെ ചെയ്യുവീൻ. എന്നിട്ട് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുവീൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, നന്ദിയുള്ളവരായിരിപ്പീൻ. 15-ാമത്തെ വാക്യത്തിൽ അങ്ങനെ അവസാനം പറയുന്നത്, നന്ദിയുള്ളവരായിരിപ്പീൻ. ഞാന് എന്നെ കേൾക്കുന്ന, കാണുന്ന, ശ്രദ്ധിക്കുന്ന മാന്യ ദൈവമക്കളോട് പറയട്ടെ, എങ്ങനെയാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്? നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ആ വ്യക്തി നമ്മളോട് കാണിച്ചത്, പറഞ്ഞത്, ചെയ്തത്, പ്രവർത്തിച്ചത് ഓർക്കുമ്പോ നമുക്ക് അങ്ങോട്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് യേശു കർത്താവ് നിങ്ങളോട് എങ്ങനെയാ ക്ഷമിച്ചത്? അവന്റെ ക്ഷമയുടെ ആഴം എത്ര വലുതായിരുന്നു! നാം ചെയ്ത അകൃത്യങ്ങളെ അവൻ ഓർത്തിരുന്നെങ്കിൽ, നമ്മുടെ പാപങ്ങളെ കൊത്തവണ്ണം അവൻ നമ്മോട് പകരം ചെയ്തിരുന്നെങ്കിൽ, നമുക്ക് ഒരുപക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ പോലും കഴിയില്ല. അതിനുള്ള അനുവാദം പോലും ഇല്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നേ നരകത്തിൽ പോകേണ്ട സമയം കഴിഞ്ഞു. ഇന്നും നമ്മളെ നിലനിർത്തിയിരിക്കുന്നതും, ഇന്നും നമ്മളെ നിത്യതയ്ക്ക് അവകാശിയാക്കി നമ്മുടെ കുറ്റങ്ങളെ, കുറവുകളെ ഒക്കെ കർത്താവിനോട് ഏറ്റു പറഞ്ഞപ്പോൾ കർത്താവ് നമ്മളോട് ക്ഷമിച്ച് നമ്മളെ നിലനിർത്തിയിരിക്കുന്നതാണ് ദൈവത്തിന്റെ ഹൃദയം, ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, എല്ലാറ്റിനും മീതെ, അന്യഭാഷയ്ക്കും മീതെയാണത്, കൃപാവരങ്ങൾക്കും മീതെയാണത്, സഭയ്ക്കും നിങ്ങളുടെ ചർച്ചയിൽ കൂടി വരുന്ന ആൾക്കാർക്കും, നിങ്ങളുടെ സഭയുടെ എണ്ണത്തിനും, സെക്രട്ടറിക്കും, ട്രസ്റ്റിക്കും, കനാൻജിക്കും, നിങ്ങളുടെ കമ്മിറ്റിക്കും, കമ്മിറ്റി മെമ്പേഴ്സിനും, സകലത്തിനും മീതെയാണത്. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. അപ്പൊ എന്തൊക്കെയാ ധരിക്കേണ്ടത്? പ്രത്യേകമായി ഈ ഭൂമിയിലെ കാശ് കൊടുത്ത് മേടിച്ചിരുന്ന എന്തോന്നല്ല. യഥാർത്ഥമായി ധരിക്കേണ്ടത്, ഏത് വസ്ത്രം ധരിക്കുന്നവരാണെങ്കിലും സ്നേഹം ഇല്ലെങ്കിൽ എന്ത് ഗുണം? വെള്ള ഉടുപ്പ് ഇട്ടുകൊണ്ട് നടന്നിട്ട്, അല്ലെങ്കിൽ പുറമെ ചില ബാഹ്യ പ്രകടനങ്ങളൊക്കെ, ഭക്തിയുടെ വേഷമൊക്കെ ധരിച്ചിട്ട് സഹജീവികളോട്, സഹോദരങ്ങളോട്, കൂടപ്പിറപ്പുകളോട് സ്നേഹവും കരുതലും പ്രതിബദ്ധതയും ഇല്ലെങ്കിൽ, ഈ പുറമേ കാണിക്കുന്ന അഭിനയങ്ങൾ കൊണ്ട് എന്താണ് അർത്ഥമുള്ളത് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ധരിക്കേണ്ടത് ബന്ധമാണ്. ബന്ധമുണ്ടാകണം, സ്നേഹം ധരിക്കണം. ഇതുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ, ക്ഷമിക്കുന്ന മനസ്സുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. കണ്ടോ? അപ്പം ക്ഷമിക്കപ്പെടാത്ത മനോഭാവം ഉള്ളവൻ എന്ത് കാണത്തില്ല? സമാധാനം കാണത്തില്ല. ക്ഷമിക്കപ്പെടാത്ത മനോഭാവമായിട്ട് നടക്കുന്നവന്റെ ഉള്ളിൽ സ്വസ്ഥത കാണത്തില്ല. അവന് പണം കാണുമായിരിക്കും, വാഹനം കാണുമായിരിക്കും, വസ്തുക്കൾ കാണുമായിരിക്കും, പേരും പ്രശസ്തിയും കാണുമായിരിക്കും. പക്ഷെ ഒരിക്കലും അവന്റെ ഹൃദയത്തിൽ ഒരിക്കലും സമാധാനം കാണുകയില്ല. എപ്പോഴും അവന്റെ ഹൃദയത്തിനകത്ത് അങ്കലാപ്പും, അസ്വസ്ഥതകളും, പാകയും, കോപവും, കയ്പും, അഴുക്കുമായിരിക്കും. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴണമെങ്കിൽ സ്നേഹം ധരിക്കുന്നവരായി, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കുന്നവരായിരിക്കും. എന്നിട്ട് ആ 15-ാമത്തെ വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, നന്ദിയുള്ളവരായിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നന്ദിയുള്ളവരായിരിക്കണം കേട്ടോ. മൃഗങ്ങൾക്ക് പോലും ഉണ്ടത്. വീട്ടിലൊരു നായയെ വളർത്തുന്നെങ്കിൽ ആ നായ നന്ദിയുള്ളതായിരിക്കും. സത്യമായിട്ട്, പ്രൈസ് ഗോഡ്. ഒരു പക്ഷിയോട്, വീട്ടിൽ വളർത്തുന്ന ഒരു തത്തമ്മയോട്, ഒരു പക്ഷിയോട് അതിന് ആ കൊടുക്കേണ്ട ഫുഡൊക്കെ കൊടുത്താൽ അത് കയ്യിലൊക്കെ വന്നിരിക്കുകയും അത് ആ സ്നേഹം തിരിച്ചു പ്രകടമാക്കുകയും ചെയ്യും. ഒരു നായ പോലും അതിന് കൊടുക്കുന്ന സ്നേഹത്തിന്റെ 10 ഇരട്ടി സ്നേഹം അത് തിരികെ തരും. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതിന്റെ കൂടെ ഞാൻ പറയട്ടെ, അവൻ മൃഗത്തെക്കായിലും കഷ്ടമാകുകയാണ്. കാരണം മൃഗങ്ങൾക്ക് പോലും തന്റെ സഹജീവികളോട് സ്നേഹമുണ്ട് പ്രിയരെ. തന്റെ ഒരു കാക്കയൊന്ന് കല്ലെടുത്ത് എറിഞ്ഞു നോക്കി, ആ കാക്ക കരയുമ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാ കാക്കകളൂടെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഓടി വരണേ. സത്യമായ കാര്യം. ഒരു കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ വെച്ചുകൊണ്ടിരിക്കാൻ പോകുമ്പം അതിനകത്ത് ഒരു കോഴിക്കുഞ്ഞിനെ വന്ന് നിങ്ങളെ കാലുകൊണ്ട് തട്ടാൻ ചെന്നേ, ആ കോഴി നിങ്ങളെ കൊത്താൻ വരും. ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന, ആ കോഴി കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ വെച്ച് സ്നേഹിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇന്ന് നമുക്ക് നമ്മുടെ ലോകത്ത് ഇതുവല്ലം കാണാൻ പറ്റുന്നുണ്ട്. സ്വന്തം മക്കളെ പോലും കൊല്ലുന്ന അമ്മമാരെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുകയല്ലേ. ഒരിക്കലും ഒരു തള്ളക്കോഴി ആ കുഞ്ഞുങ്ങളെ കഴുകന് വിട്ടുകൊടുക്കുകയില്ല.
ഒരിക്കലും ഒരു തള്ളക്കോഴി ആ കുഞ്ഞുങ്ങളെ മറ്റു മൃഗങ്ങൾ പിടിക്കുന്ന കാണാൻ ഇഷ്ടമല്ല. പക്ഷെ അതിനേക്കാൾ കഷ്ടമായില്ലേ ഇന്ന് പല വ്യക്തിത്വങ്ങളും, സത്യമല്ലേ ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം. ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾക്ക് തന്നവരോട് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം. മൃഗങ്ങൾ പോലും അത് കാണിക്കുന്നു. നിങ്ങളൊരു വഴിയിലൂടെ ഒരു നായ പോവുകയാണ്, നിങ്ങളുടെ വീടിന്റെ മുറ്റത്തൂടെ ഒരു നായ അലഞ്ഞു തിരിഞ്ഞു പോവുകയാണ്. നിങ്ങൾ ഒരു ദിവസം അതിന് ചോറ് കൊണ്ടുവച്ചു കൊടുത്തു. രണ്ടാമത്തെ ദിവസം നിങ്ങളുടെ വീടിന്റെ ഗേറ്റിന്റെ അവിടെ വരുമ്പോ ഇവൻ അവിടെ നിന്ന് നിൽക്കും. രണ്ടാമത്തെ ദിവസം നിങ്ങളത് കൊടുത്തു, മൂന്നാമത്തെ ദിവസം നിങ്ങൾ കൊടുത്തു. നിങ്ങൾക്കൊരു സത്യം അറിയപ്പെടുവരെ, ഒരാഴ്ചക്കകത്ത് നിങ്ങളുടെ ഗേറ്റിന്റെ വാതിലിൽ കാണും ഈ നായ എന്ന് പറയുന്നത്. നിങ്ങൾ റോഡിൽ നിന്ന് നടന്നു വരുമ്പോഴേ വാല് വാട്ടി നിങ്ങൾ കടയിൽ പോകാതെ നിങ്ങളുടെ കൂടെ പുറകേ വരും. സത്യം പറഞ്ഞ ഈ മൃഗങ്ങൾക്കുള്ള മനസ്സാക്ഷി പോലും മനുഷ്യർക്കില്ല. മൃഗങ്ങൾക്കുള്ള ആ മനസ്സ് പോലും ഇന്ന് മനുഷ്യർക്ക് നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. നിങ്ങൾ നന്ദിയുള്ളവരായിരിപ്പീനെന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. To forgive means it's the freedom to let go, and that's a great freedom which a person possesses. And here in Matthew chapter 10 verse 8, the Lord says, freely you have received, and so freely give. Mostly we interpret this as the gifts of the Spirit and something which is supernatural, but this freely given thing to you is the forgiveness which the Lord has given to us when we were in such a depraved situation in our sin. The Lord unconditionally forgot and just he wiped out all our transgressions. It was in that way the Lord forgave us, and we are supposed to forgive others in that manner. And when Paul says about this in Colossians chapter 3:12 following, as God's chosen ones, holy and beloved, clothe yourself with compassion, kindness, humility, meekness, and patience. The thing which we are supposed to clothe is not that whether you have to wear white or black, whether you have to wear ornaments or not. All these things are not specified there, but it's very specified that we have to clothe ourselves with compassion and forgiveness and kindness and humility, and we have to bear one another. And as the Lord has forgiven you, you must also forgive and clothe yourself with love. And finally, Paul says that be thankful. Even when you look at the animal world, if you have given some food to a dog, that will be showing by wagging its tail, and it will be showing the kind of thankfulness. And how much more we human beings should show compassion and thankfulness to the people who has helped us. Firstly, you have to show that to the Lord, and finally you have to show to anyone, irrespective of whether it's small or big. If somebody has given any sort of benevolence towards you, you have to show thankfulness, and such people will experience a great level of peace in their life. That's what Apostle says. If you are forgiving, if you are thankful, you will have a great peace in your life. ഇത് വാസ്തവത്തിൽ നിങ്ങൾ അനുഭവിച്ചറിയണം. ഞാൻ ഇന്ന് വളരെ ലളിതമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും നമ്മൾ കൊടുക്കുകയോ അവരെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, അവരെ കരുതുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ സന്തോഷമുണ്ട്. അത് കൊടുത്ത് അനുഭവിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ഒരാൾക്കൊരു നന്മ ചെയ്യുമ്പം, വിശക്കുന്നവർക്ക് ആഹാരം കൊണ്ട് കൊടുക്കുമ്പം, ഭവനം ഇല്ലാത്തവർക്ക് ഭവനം പണിത് അതിൻ്റെ ആ ഭവനത്തിന്റെ കീ കൊടുത്ത് അവരുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അവർ ആ വീട്ടിലോട്ട് കയറുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ നിലകളിൽ ദൈവദാസന്മാരെ ആകാം, കുടുംബങ്ങളെ ആകാം, പാസ്റ്റേഴ്സിനെ ആകാം, സഹപ്രവർത്തകരെ ആകാം, ഒരു അത്യാവശ്യത്തിലിരിക്കുന്ന ഒരാളിനെ ആകാം, വിശക്കുന്നവരെ ആകാം, ആരുമായിട്ട് അതിനകത്ത് ജാതിയും മതമൊന്നും ഇല്ല. നമ്മൾ അവരെ ആ സ്നേഹിക്കുകയും കരുതുകയും കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അതൊക്കെ നിങ്ങൾ ഇനി എത്ര കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടിരുന്നാലും അത് നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങൾ ഇനി എന്നൊക്കെ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ, അതൊന്നും ആരാ അതൊക്കെ അനുഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കൊരു പിടിയില്ല. പക്ഷേ ഈ ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങൾ എനിക്കാകുന്നു ചെയ്തതെന്ന യേശു കർത്താവ് പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരായുസ് ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ, ഒരു ജീവിതം ഈ ഭൂമിയിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുമ്പോൾ, അത് പിണങ്ങിയും പക തീർത്തും ദേഷ്യപ്പെട്ടും കാലുവാരിയും തമ്മിലിടിച്ചും അക്ഷമ പൂണ്ടും
കളയാനുള്ളതല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ജീവിതം ക്രിസ്തുവിൽ ആനന്ദിക്കാനുള്ളതാണ്. തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട് ഓരോ ദിവസത്തെക്കുറിച്ച്. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം നാം സന്തോഷിച്ച് ആനന്ദിക്കാന്ന് എഴുതിയിരിക്കുന്നു. ഓരോ ദിവസവും ദൈവം നമുക്ക് തന്നിരിക്കുന്നത് റിജോയ്സ് ചെയ്യാനാണ്. മറ്റുള്ളവരോട് പക വീട്ടാനും പരാതി തീർക്കാനും ദേഷ്യം തീർക്കാനും അസൂയ ഹൃദയത്തിൽ കൊണ്ടു നടന്നിട്ട് അവന് വിരോധമായി പ്രവർത്തിക്കാൻ ഒന്നുമല്ല. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിന്മയായിട്ടുള്ള ഒരു നിക്ഷേപത്തെ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച നന്മകളെ പങ്കുവയ്ക്കുന്നവരായി, നിങ്ങൾക്ക് ലഭിച്ച ക്ഷമ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി, നിങ്ങളുടെ അകത്ത് കർത്താവ് തന്ന സ്നേഹത്തെ മറ്റുള്ളവരോട് പ്രകടമാക്കുന്നവരായി, വാക്കുകൊണ്ട്, ചിരി കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, പണം കൊണ്ട്, ആരോഗ്യം കൊണ്ട്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്കത് ചെയ്യുവാൻ കഴിഞ്ഞാൽ വാസ്തവമായിട്ടും നിങ്ങൾ യേശുവിനെയാണ് ഈ ഭൂമിയിൽ വെളിപ്പെടുത്തി കാണിക്കുന്നത്. ഞാൻ പറയട്ടെ, സ്നേഹിക്കുന്നതിൻ്റെ അളവുകോലും ക്രിസ്തുവാണ്, ക്ഷമിക്കുന്നതിൻ്റെ അളവുകോലും ക്രിസ്തുവാണ്. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുവിൻ. മറ്റൊരിടത്ത് പറയുന്നത്, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. അതാണ് നമ്മളിപ്പോ കൊലോസ്യരിൽ വായിച്ചത്. കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മൾ ക്ഷമിക്കുന്നവരായിരിക്കും. അപ്പോൾ സ്നേഹിക്കുന്നതിൻ്റെയും ക്ഷമിക്കുന്നതിൻ്റെയും അളവുകോൽ എന്ന് പറയുന്നത് യേശു ക്രിസ്തു തന്നെയാണ്. ഒന്ന് വായ തുറന്ന് പറയാമോ? സ്നേഹവും ക്ഷമയും ക്രിസ്തുവിൽ നിന്ന് പഠിക്കുക. ഒന്ന് വായ തുറന്ന് പറഞ്ഞേ, സ്നേഹവും ക്ഷമയും യേശുവിൽ നിന്ന് പഠിക്കുക. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം ജിജി പാസ് ഒന്ന് വായിക്കാമോ? അതിന്റെ 34-35 വാക്യങ്ങളിൽ യേശു പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നൊരു പുതിയ കൽപ്പന. വായിക്കാം. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നോക്കിയേ, കൊലോസ്യർ 3:13 പറയുന്നു, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. യോഹന്നാൻ 13-ന്റെ 34-35. നോക്കുക, കൊലോസ്യർ 3:13 എഴുതിയിരിക്കുന്നു, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കുവീൻ, അല്ലെങ്കിൽ നിങ്ങളും അങ്ങനെ ചെയ്യുവീൻ. യോഹന്നാൻ 13:34-35 വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിപ്പീൻ. അതാണ് ഞാൻ പറഞ്ഞത്, സ്നേഹത്തിന്റെ അളവുകോലും യേശു ക്രിസ്തുവാണ്, ക്ഷമയുടെ അളവുകോലും യേശു ക്രിസ്തുവാണ്. എങ്ങനെ ക്ഷമിക്കണം എന്നുള്ളതിന്റെ മാതൃകയും യേശുവാണ്, എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളതിന്റെ മാതൃകയും യേശു ക്രിസ്തു തന്നെയാണ്. ഇവിടെ യേശു പറയുകയാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന. നമുക്കറിയാം, മോശയ്ക്ക് സീനായി പർവ്വതത്തിന്റെ മുകളിൽ സ്വർഗത്തിലെ ദൈവം 10 കൽപ്പനകൾ കൊടുത്തു. എന്നാൽ യേശു ക്രിസ്തു, ആ ദൈവം വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന്, എന്റെ ഒരു ചിന്തയിൽ ഇങ്ങനെ പറയട്ടെ, ഒരു 11ാമത്തെ കൽപ്പന അല്ലെങ്കിൽ ഒരു പുതിയ കൽപ്പന യേശു തരികയാണ്. എന്താണ് ആ കൽപ്പന? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അപ്പൊ കർത്താവ് എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്, സഭയെ സ്നേഹിച്ചത്? കുറവുകളോടുകൂടെ. അങ്ങനെയല്ലേ ദൈവം നമ്മളെ സ്നേഹിച്ചത്? ഒരു ഭാര്യ ഒരു ഭർത്താവിനെ സ്നേഹിക്കേണ്ടതും ഒരു ഭർത്താവ് ഒരു ഭാര്യയെ സ്നേഹിക്കേണ്ടതും എങ്ങനെയാണെന്ന് എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു. കുഞ്ഞുങ്ങളെ, മക്കളെ എങ്ങനെ സ്നേഹിക്കണമെന്നുള്ളതും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവസഭയിൽ നമ്മുടെ സഹപ്രവർത്തകരോടുള്ള നമ്മുടെ സ്നേഹം എന്തായിരിക്കണമെന്നും തിരുവെഴുത്തിൽ കാണുന്നു. കർത്താവ് നമ്മളോട് സ്നേഹിച്ചതുപോലെ കുറവുകളോടുകൂടെയാണ് യേശു നമ്മളെ സ്നേഹിച്ചത്. നമ്മൾ ആരും പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, നമ്മൾ ആരും ഭയങ്കര പൂർണ്ണരായതുകൊണ്ടല്ല, നമ്മൾ ആരും കംപ്ലീറ്റ് ആയതുകൊണ്ടല്ല. നമ്മുടെ ന്യൂനതകളെ, നമ്മുടെ കുറവുകളെ അറിഞ്ഞുകൊണ്ട് തന്നെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ കുഴപ്പക്കാരാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചത്, തെരഞ്ഞെടുത്തത്. നമ്മുടെ യോഗ്യതകൾ ശരിക്കും ദൈവത്തിന്റെ മുമ്പിൽ നോക്കിയാൽ അയോഗ്യതകൾ മാത്രമായിരുന്നു. നമ്മുടെ അയോഗ്യതകളാണ് അവൻ യോഗ്യതകളായി കണ്ടത്. കാട്ടൊലിവായിരുന്ന എന്നെ നാട്ടൊലിവായ ക്രിസ്തുവിനോടുകൂടെ ചേർത്തൊട്ടിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു പാട്ടുണ്ടല്ലോ, ഞാൻ യോഗ്യനല്ല യേശുവേ നിന്ന സ്നേഹം പ്രാപിക്കുവാൻ,
എങ്കിലും നീ എന്നെ സ്നേഹിച്ചു, എങ്കിലും നീ എന്നെ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുമെന്ന്. പ്രിയപ്പെട്ടവരെ, എങ്ങനെ സ്തോത്രം ചെയ്യാതിരിക്കും? കാട്ടൊലിവായിരുന്നില്ലേ നമ്മൾ? പുറംപറമ്പിൽ എറിയപ്പെട്ടവരായിരുന്നില്ലേ? പ്രകൃതിയാൽ ജാതികളായിരുന്നില്ലേ? ദൈവത്തിൽ ആയിരുന്നില്ലേ? ക്രൂശിന്റെ ശത്രുക്കളായിരുന്നില്ലേ? ലോകത്തിന്റെ ഇമ്പങ്ങളിൽ ഓടുന്നവരായിരുന്നില്ലേ? സകല തിന്മകളാലും നാം പിടിക്കപ്പെട്ടവരായിരുന്നില്ലേ? പക്ഷേ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും ഈ കുറവുകളോട് കൂടെ യേശു നമ്മളെ സ്നേഹിച്ചെങ്കിൽ ആ കർത്താവ് നമ്മളോട് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യയെ സ്നേഹിപ്പീൻ, നിങ്ങളും നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിപ്പീൻ, നിങ്ങളും നിങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിപ്പീൻ, നിങ്ങളും നിങ്ങളുടെ സഹജീവികളെ സ്നേഹിപ്പീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നിങ്ങൾക്ക് 9 കൃപാദാനങ്ങൾ, കൃപാവരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് അറിയുമെന്നല്ല. നിങ്ങൾക്ക് 5000 സഭയുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് അറിയുമെന്നല്ല. നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിൽ, വസ്തുക്കളും സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് അറിയുമെന്നല്ല. നിങ്ങൾക്ക് ഒരുപാട് പ്രസ്ഥാനവും അവന്റെ കൂടെ ആയിരക്കണക്കിന് പാസ്റ്റർമാരും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് അറിയുമെന്നല്ല. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ദൈവം സൈൻ ചെയ്യുന്ന, ദൈവം സീൽ ചെയ്യുന്ന ശിഷ്യത്വം എന്ന് പറയുന്നത്, ശിഷ്യൻ എന്ന് പറയുന്നത് ദൈവ സ്നേഹമകത്തുള്ളവരാണ്. ആ സ്നേഹമകത്തില്ലാത്തവർ കർത്താവിന്റെ ശിഷ്യന്മാരല്ല. അവരേതൊക്കെയോ പ്രസ്ഥാനങ്ങളുടെ ഡയറക്ടർമാർ മാത്രമാണ്. സ്നേഹമുണ്ടാകട്ടെ. ശിഷ്യത്വത്തിന്റെ അടിസ്ഥാനം, ക്രൂശിന്റെ അടിസ്ഥാനം, ക്രിസ്ത്യാനിത്വത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പണമല്ല, ഡോളറല്ല, പൗണ്ടല്ല, ദിനാറല്ല, ദൈവത്തിന്റെ സ്നേഹമാണ്. We have only one life, one precious life in this earth, and that one precious life, do not expend it with all the fighting and complaining and backbiting and doing all sorts of evil things against your brethren. Such evil things will make yourself an evil deposit that will be making your life miserable. The Lord says, as I have forgiven you, you are supposed to forgive others. The model for forgiveness is Jesus Christ. The model for love is Jesus Christ. If you want to learn forgiveness and love, you need to learn that from Jesus Christ. And in Colossians 3:13, the Lord Paul says, as Jesus Christ forgave you, you also must do. And in John 13:34, I give you a new commandment, that you love one another just as I have loved you, and you also should love one another. Next verse is very important. By this everyone will know that you are my disciples, if you have love for one another. The true hallmark of a disciple of God, disciple of Jesus Christ, is not the 9 spiritual gifts. It's not whether that person is a main person in a great institution. It's not whether that person has 5,000 churches. It's not that he has the biggest church in the world. The true hallmark of a true disciple of Jesus Christ is that that person should have the love of God. How do you love? It's not that you are supposed to love the persons whom you can love. You have to love the unlovable. You were unlovable by the Lord because you were in total sin. In such a situation, the Lord loved you, and that's the same kind of love you also have to exhibit, that you have to love the unlovable, not because of the merit, not because of that person has all the characteristics that make you to love that person. Without any merit, the Lord loved us, and without any merit, freely you are to love. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 23, 24 വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് അതിന്റെ 22-ാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായവിധി സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനായി തീരും. ഹല്ലേലൂയ. 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ, ആരോടെങ്കിലും പിണങ്ങിയിരിക്കുകയാണെന്ന് നിന്റെ സഹോദരനെതിരെ നീ പറഞ്ഞെന്ന് പ്രവർത്തിച്ചെന്ന്, അത് ബ്ലഡ് റിലേഷൻ മാത്രമല്ല,
സഹപ്രവർത്തകർ, സഭാവിശ്വാസികൾ, കൂട്ടുവേലക്കാർ. ഹല്ലേലൂയ. ദൈവസഭ എന്ന് പറയുന്നത്, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അത് യൂണിവേഴ്സൽ ആണ്. ഏതെങ്കിലും ദൈവദാസന്മാരോടോ പാസ്റ്റർമാരോടോ സഹപ്രവർത്തകരോടോ സഹോദരങ്ങളോടോ വ്യക്തികളോടോ നിനക്ക് എന്തെങ്കിലും ഉണ്ടെന്ന്, നിന്റെ മനസ്സിൽ എന്തെങ്കിലും കയ്പ്, മുറിവ്, വേദന ഉണ്ടെന്ന് നിനക്ക് ഓർമ്മ വന്നാൽ, പരിശുദ്ധാത്മാവ് നിന്നെ ഓർമ്മപ്പെടുത്തിയാൽ, നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചിട്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പുസ്തകവും ബാഗും പാട്ടുപുസ്തകവും എല്ലാം അവിടെ വെച്ചിട്ട്, തമ്പേറും ഡ്രമ്മും അവിടെ വെച്ചിട്ട്, ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് സ്തോത്രഗീതം പാടുക, എൻ മനമേ എന്നുള്ള പാട്ട് പാടുക. പിന്നെ വന്ന് പെന്തിക്കോസ് നാളിൽ നിന്നുള്ള പാട്ട് പാടുക. പിന്നെ വന്ന് ആരാധിക്കുക. പിന്നെ വന്ന് അന്യഭാഷ പറയുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. ഹല്ലേലൂയ. ഞാനൊരു സത്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ തിരുവെഴുത്തുകളെയൊക്കെ വിസ്മരിച്ചു കളഞ്ഞ് മറന്നു കളഞ്ഞ് വേറെ എന്തിന്റെയൊക്കെയോ പുറകിൽ പോയി ഡിബേറ്റുകൾ നടത്തുന്നവരെ ഓർത്ത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇതൊക്കെ മറന്നിട്ട്, ഈ വചനങ്ങളെല്ലാം വിട്ടുകളഞ്ഞിട്ട്, ഇതിനെയെല്ലാം കാറ്റിൽ പറത്തി ഇതിനൊന്നും യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ ഇരുന്നിട്ട് മറ്റെന്തിന്റെയൊക്കെയോ പിന്നാലെ പോയി അതിനെ ആഘോഷിക്കുന്നവർ ഏതാത്മാവിന് അധീനരെന്ന് ഞാൻ അറിയുന്നില്ല. ദൈവം അവരെ സഹായിക്കട്ടെ. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്കും ഈ ബോധ്യം പരിശുദ്ധാത്മാവ് കൊടുക്കട്ടെ. ഒന്നാമത് ചെന്ന് നിന്റെ സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. പിന്നെ വന്ന് തിരുവത്താഴം എടുക്കുക. പിന്നെ വന്ന് കർത്താവിന്റെ മേശയിലേക്ക് കൈനീട്ടുക. 25-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുകയാണ്, നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. പിണങ്ങാനല്ല യേശു പഠിപ്പിച്ചത്, ഇണങ്ങാനാണ്. പിണക്കാനല്ല യേശു പഠിപ്പിച്ചത്, ഇണങ്ങാനാണ്. അല്ല ഞാൻ പ്രതിയോഗി നിന്നെ ന്യായവിധിയിൽ നിന്നും ന്യായാധിപൻ ചേവകനിൽ ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഞാൻ ഇവിടെയെല്ലാം ഈ ക്ഷമയെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചിട്ട്, ക്ഷമിക്കപ്പെടാത്ത മനോഭാവമുള്ളവർക്ക് ഭയങ്കര ന്യായവിധി ഉണ്ടാകുമെന്ന് എല്ലാ വാക്യത്തിന്റെ അറ്റത്ത് കിടപ്പുണ്ട്. ഞാൻ വായിച്ച നിങ്ങൾ എടുത്ത് നോക്കിക്കോ, ഇന്നത്തെ മെസ്സേജ് വീണ്ടും കണ്ടു നോക്കിക്കോ, ആ ഓരോ റെഫറൻസും എടുത്ത് നോക്കിക്കോ. ക്ഷമിക്കാത്ത മനോഭാവമുള്ള വ്യക്തികൾക്ക് ജഡ്ജ്മെന്റ് ഉണ്ട് എന്ന് എല്ലാ വാക്യവും ഉദാഹരണവും പറഞ്ഞിട്ട് അതിന്റെ ഒടുവിൽ അങ്ങനെയാണ് അത് കൺക്ലൂഡ് ചെയ്യുന്നത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുന്നതിന് മുൻപ് നിന്റെ സഹോദരനോട് വല്ലതും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ, ഇപ്പൊ ഈ മെസ്സേജ് കേൾക്കുമ്പോ എന്തെങ്കിലും ഓർമ്മ വരുന്നോ? പരിശുദ്ധാത്മാവ് എന്തെങ്കിലും ഓർപ്പിക്കുന്നോ? ഉണ്ടെങ്കിൽ മാന്യതയും സ്റ്റാറ്റസും ഒന്നും നോക്കരുത്. ഞാൻ എന്നുള്ള ഭാവത്തിൽ നിൽക്കരുത്. ക്ഷമ ആ വ്യക്തിക്ക് കൊടുത്തുകൊണ്ട്, ആ വ്യക്തി നിങ്ങൾക്ക് സമ്മാനിച്ച ഒരു വേദന കാണും കേട്ടോ. ഉറപ്പായിട്ട് വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, എഴുത്തുകൊണ്ട്, നോട്ടം കൊണ്ട്, കാണിച്ചു കൂട്ടിയ ചൈത്യകൾ കൊണ്ടൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ ആ വ്യക്തി തന്നൊരു മുറിവ് നിങ്ങൾക്കുണ്ടാകും. ആ മുറിവ് യേശുവിന്റെ രക്തം ഉണക്കും. ആ മുറിവിലേക്ക് യേശുവിന്റെ രക്തം ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഒഴുകിയിറങ്ങണം. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. ശ്രദ്ധിച്ചേ, ലൈവ് കാണുന്നവർ ഇങ്ങനെ പ്രാർത്ഥിക്കണം. കർത്താവേ, ആ വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പറയണം, ആ വ്യക്തി എനിക്ക് തന്ന, എന്റെ ഹൃദയത്തിന് തന്ന വേദനയെ ഞാൻ നിനക്ക് തരുന്നു. നിന്റെ രക്തം അവിടേക്ക് ഒഴുകിയിറങ്ങണമേ. ക്ഷമ ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കുന്നു. ഫോണിൽ ആ വ്യക്തിയുടെ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ വിളിക്കാം കേട്ടോ. നിങ്ങൾക്ക് വാട്സാപ്പിൽ ആ വ്യക്തിയുടെ നമ്പർ ഉണ്ടെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചു പറയാം. ഇന്ന് ഞാനൊരു മെസ്സേജ് കേട്ടപ്പോൾ, ദൈവവചനം ഞാൻ കേട്ടുകൊണ്ടിരുന്നപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ വലിയൊരു ഒരു കുറ്റബോധം എന്ന് പറയുന്ന വാക്ക് തെറ്റാണ്, ഒരു നീതിബോധം, ഒരു പാപബോധം എനിക്ക് തന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ബോധം തരുന്നവനാണ്. കുറ്റബോധം തരുന്നത് പിശാചാണ്. കുറ്റബോധത്തിൽ നിറയ്ക്കുന്ന പിശാചാണ്. പരിശുദ്ധാത്മാവ് തരുന്നത് നീതിബോധമാണ്, പാപബോധമാണ്. എനിക്കൊരു പാപബോധം തന്നു, എനിക്കൊരു നീതിബോധം തന്നു, നീതിയിലേക്ക് തിരിയാനുള്ള ഒരു ബോധം എനിക്ക് തന്നു. അതുകൊണ്ട് ആമീൻ, എന്നോട് ക്ഷമിക്കണം. അങ്ങനെ നമ്മൾ തമ്മിൽ ഒരു സംസാരം ഉണ്ടായി. എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം, എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞാൽ, പ്രിയരെ, നിങ്ങൾ അവിടെ വിജയിക്കുകയാണ്. സ്വർഗം അവിടെ ജയമെടുക്കുകയാണ്. നിങ്ങൾക്കായി ഒഴുകി വന്നിരുന്ന പല നന്മകളെയും വഴിത്തലയ്ക്കൽ ശത്രു തടഞ്ഞു വെച്ചത് അവിടെ തുറക്കപ്പെടുകയാണ്. ചില സൗഖ്യങ്ങൾ നിന്റെ ശരീരത്തിൽ നടക്കുകയാണ്. ചില വിടുതലുകൾ അവിടെ നിന്റെ തലമുറയിൽ സംഭവിക്കുകയാണ്. പിശാചിന്റെ ചില ബന്ധനങ്ങൾ അവിടെ നിന്ന് അഴിഞ്ഞു പോവുകയാണ്. വളരെയധികം നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ.
when you read all these verses which I have quoted here, in all of those verses, the unforgiving attitude makes a person liable to judgment. All these verses have that. So how much serious these verses are, how much serious this teaching on forgiveness is. Most of the times people are entangled with various sorts of arguments and disagreements on silly things, but serious things related to your eternity is that you should forgive. And take a time now to contemplate on this, what is being said, and take a decision to forgive to that person who has wronged to you. Of course, there is a great wound inside your heart, and the scars of the wounds are still there. Ask the Holy Spirit to bring the blood of Jesus. Let that blood of Jesus heal the wounds you have in your heart. And if that happens right now, the blessings which are withheld hitherto will be released in your life. The Lord will heal you completely. All the ailments you have in your life will be taken away by the Lord. All the infirmity will be taken away by the Lord. The Lord said, agree with one another. The Lord did not say disagree. Always the word of the Lord says that you should agree with one another. Such prayer only will be answered by the Lord. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നമ്മളിപ്പോൾ നേരത്തെ വായിച്ചത് മത്തായി 5 ആണ്. എന്നാൽ മത്തായി 6-ന്റെ 14-15 എഴുതിയിട്ടുണ്ട്, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. കണ്ടോ, പിഴകളെ ക്ഷമിച്ചാൽ, മനുഷ്യരോട് അവരുടെ പിഴകളെ നിങ്ങൾ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ, ക്ഷമിക്കാൻ എന്നെ കൊണ്ട് പറ്റുകയില്ലെന്ന് പറഞ്ഞാലോ, നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കില്ല. രക്തത്താൽ കഴുകണേന്ന് പറഞ്ഞാൽ കഴുകൽ നടക്കില്ല. ക്ഷമിക്കപ്പെടാത്ത മനോഭാവവുമായി, ക്ഷമിക്കാത്ത മനസ്സുമായി, അസൂയയുമായി, പകയുമായി, മറ്റൊരുത്തനെ തകർക്കാനുള്ള മനോഭാവവുമായി ഒക്കെ നിങ്ങൾ വന്നിരുന്നിട്ട് എന്നെ അനുഗ്രഹിക്കണമേ, നിന്റെ രക്തത്തിൽ എന്നെ കഴുകണമേ, എനിക്ക് അത് തരണേ ഇത് തരണേ എന്നൊക്കെ പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. ഇത് ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കല്ലല്ലോ. ആകാശവും ഭൂമിയും മാറിയാലും, ഇനി വർഷങ്ങളും കാലങ്ങളും എത്ര പിന്നിട്ടാലും ഈ വചനത്തിനൊരു മാറ്റമില്ല. മാറേണ്ടത് വചനമല്ല, മാറേണ്ടത് ഞാനും നിങ്ങളുമാണ്. മാറ്റം വരേണ്ടത് നമ്മളിലാണ്. പ്രിയപ്പെട്ടവരെ, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ വരുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങൾ ദൈവദാസൻ വായിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. അവിടെ എഴുതിയിരിക്കുന്നു, എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ക്ഷമിക്കുവീൻ. അവിടെ 30-ാമത്തെ വാക്യത്തിൽ, എഫേസ്യർ 4:30, നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് 31-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എല്ലാ കയ്പും. നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും കയ്പുണ്ടോ? ഏതെങ്കിലും സഹോദരനോടോ സഹോദരിയോടോ സഹപ്രവർത്തകരോടോ പാസ്റ്ററിനോടോ വിശ്വാസിയോടോ അച്ഛനോടോ ആരോടെങ്കിലും, മനുഷ്യവർഗത്തിൽപ്പെട്ട ആരോടെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പുണ്ടോ? ഹല്ലേലൂയ. ഒരു വളർത്തു മൃഗത്തോടെങ്കിലും ഉണ്ടോ? ആമേൻ. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ വളരെ പ്രസിദ്ധനായിരുന്ന, വളരെ ശക്തനായിരുന്ന ജോൺ വെസ്ലി എന്നറിയപ്പെടുന്ന കർത്താവിന്റെ ദാസൻ തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ഒരു പരാമർശം, അദ്ദേഹം ഒരിക്കൽ തന്റെ വളർത്തുനായോട് ദേഷ്യപ്പെട്ടു, അതിനെ അടിച്ചു. പക്ഷേ വൈകുന്നേരമായപ്പോൾ വലിയ കുറ്റബോധം തോന്നിയിട്ട് സന്ധ്യയ്ക്ക് മുമ്പ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വീട്ടിൽ വളർത്തുന്ന നായോട് ചെന്ന് പേര് വിളിച്ച് സോറി പറഞ്ഞു, ക്ഷമ ചോദിച്ചു.
ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഹല്ലേലൂയ, സഹപ്രവർത്തകരോട് സഹജീവികളോട് പിണങ്ങി നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയല്ലേ? എല്ലാ കയ്പും, ഇന്ന് ആ ബിറ്റർനെസ് എല്ലാം നിങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് പോട്ടെ. എനിക്കറിയില്ല, ഇന്നത്തെ സന്ദേശം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ബിറ്റർനെസ് നിങ്ങളുടെ അകത്തുനിന്ന് പോകുമ്പോൾ തന്നെ അത്ഭുത സൗഖ്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ആർത്രൈറ്റിസ് സൗഖ്യമാകും, നിങ്ങളുടെ ജോയിന്റ്സ് പെയിനുകൾ സൗഖ്യമാകും, നിങ്ങളുടെ അസിഡിറ്റി പ്രോബ്ലം സൗഖ്യമാകും. ഹല്ലേലൂയ. എന്ത് കഴിച്ചാലും ഉദരം പെരുകി വരുന്ന ചില അസ്വസ്ഥതകൾ ഇപ്പോൾ സൗഖ്യമാകും. ഈ കയ്പെല്ലാം കൂടെ അകത്ത് കടന്നിട്ട് എത്ര പ്രാർത്ഥിച്ചിട്ടും, ഏതെല്ലാം പാസ്റ്റർമാര് തലയെ കൈവച്ചിട്ടും, എത്ര ഉപവാസ പ്രാർത്ഥന നടത്തിയിട്ടും വിടുതലില്ലാതിരിക്കുന്ന കുടുംബത്തോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ കയ്പുകളും മാറട്ടെ. കോപം, ക്രോധം, കുറ്റാരോപണം നടത്തുന്ന സ്വഭാവം, ഈവിൾ സ്പീക്കിംഗ് എന്ന് അവിടെ എഴുതിയിരിക്കുന്നേ. പൈശാചികമായ സംസാരം, ദൂഷണം പറയുക, ദൂഷിക്കുക, പാസ്റ്റർമാരെ ദൂഷിക്കുക, ദൈവദാസന്മാരെ ദൂഷിക്കുക, സഹോദരങ്ങളെ ദൂഷിക്കുക, അയൽപക്കക്കാരെ ദൂഷിക്കുക, സഹപ്രവർത്തകരെ ദൂഷിക്കുക, വേറൊരാളുടെ പ്രീതി കിട്ടാൻ, വേറൊരാളുടെ പ്രശംസ കിട്ടാൻ വേറൊരുത്തനെ ചവിട്ടിത്താക്കുക. നോ, നെവർ ഡു. ദൈവമക്കളെ, നിങ്ങൾക്കത് പാടില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം അതിനെതിരാണ്. ഓൾ ബിറ്റർനെസ്, എല്ലാ കയ്പും, കോപവും, ക്രോധവും, കുറ്റാരവും, ദൂഷണവും, സകല ദുർഗുണങ്ങളുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. വെച്ചോണ്ടിരിക്കരുത്, വെച്ചോണ്ടിരുന്ന് പാടരുത്, ഇത് വെച്ചോണ്ടിരുന്ന് കൈയടിക്കരുത്, ഇത് വെച്ചോണ്ടിരുന്ന് അഭിനയിച്ചിരിക്കരുത്, ഇത് വെച്ചോണ്ടിരുന്ന് അന്യഭാഷ പറയരുത്. വെരി ഡേഞ്ചറസ്, വെരി വെരി ഡേഞ്ചറസ്. അത് നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. 32-ാമത്തെ വാക്യത്തിൽ തിരുവെഴുത്തിൽ എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായി ദൈവ ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുകയും. ക്രിസ്തു എങ്ങനെയാണ് നിങ്ങളോട് ക്ഷമിച്ചതെന്ന് നിങ്ങൾക്കറിയാം. കർത്താവ് എങ്ങനെയാണ് നിങ്ങളോട് ക്ഷമിച്ചതെന്ന് നിങ്ങൾക്കറിയാം. ആ പാപക്ഷമ അനുഭവിച്ചവരുണ്ടോ? വീണ്ടും ജനിച്ചവന്റെ വീട്ടിൽ ജനിച്ചവന് ഒരിക്കലും ഈ സാധനം പിടികിട്ടുകയില്ല, ഒരിക്കലും ഇത് പിടികിട്ടുകയില്ല. പാരമ്പര്യ പെന്തിക്കോസിനകത്തും പാരമ്പര്യ മതങ്ങൾക്കകത്തും വളർന്നവന് പാപക്ഷമ എന്തൊന്നും പിടികിട്ടില്ല. ജീവിതത്തിന്റെ വഴുത്താരകളിൽ ജീവിതം തകർന്നും പാപത്തിന്റെ ബന്ധനത്തിൽ അകപ്പെട്ടും ലോകത്തിന്റെ സ്നേഹത്തിനകത്ത് പെട്ടുപോയിട്ട് തമ്പുരാൻ വിടിവിച്ചൊരു കൂട്ടമുണ്ട് ഇവിടെ. പാരമ്പര്യത്തിന്റെ ചെങ്ങലയിൽ ബന്ധിക്കപ്പെട്ടും മൂഢവിഗ്രഹങ്ങളുടെ പിന്നാലെ ഓടി ആരാധന കഴിച്ചുമൊക്കെ പോയിട്ട് പാപത്തിൽ മൂക്കുകുത്തി മദ്യപിച്ചും കള്ളുകുടിച്ചും കഞ്ചാവിനും ഒക്കെ അടിമയായിട്ട് സകല തിന്മയുടെ വഴികളിലും പോയിട്ട് ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞ് കർത്താവപ്പച്ചൻ ഇങ്ങനെ പിടിച്ച് കൈപിടിച്ച ചേറ്റിൽ നിന്ന് പൊക്കിക്കയറ്റിയ ഒരു കൂട്ടരുണ്ട് ഇവിടെ. ഞാൻ ഈ പ്രസംഗിക്കുന്നത് അവർക്ക് മനസ്സിലാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ കൊച്ചുനാള് മുതലേ അപ്പന്റെ മടിയിലിരുന്ന് അപ്പൻ പറയുന്ന അന്യഭാഷ കേട്ടുപഠിച്ച് അന്യഭാഷ പറഞ്ഞവന് ഇത് മനസ്സിലാകില്ല. അപ്പന്റെ അമ്മയുടെ മടിയിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് കുത്തിയിരുന്ന് അവര് പറയുന്ന അന്യഭാഷ കേട്ടുപഠിച്ച് അന്യഭാഷ പറയുന്നവന് ഈ പാപക്ഷമ എന്താന്ന് മനസ്സിലാകത്തില്ല. പാപത്തിന്റെ വഴിയിലൂടെ പോയി ദൈവത്തിൽ നിന്ന് ക്ഷമ പ്രാപിച്ചവരെ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം ക്ഷമിക്കുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷമിക്കപ്പെട്ടവർക്ക് ക്ഷമിക്കാൻ പറ്റുള്ളൂ. ക്ഷമിക്കപ്പെട്ടവർക്ക് ക്ഷമിക്കാൻ. ചിലര് പറയുന്നു, ഞാൻ ക്ഷമിക്കില്ല, ഞാൻ വിടില്ല, ഞാൻ അവനെ കുറിച്ച് അങ്ങനെ. ക്ഷമിക്കപ്പെട്ടവനെ ക്ഷമിക്കാൻ പറ്റുള്ളൂ. സ്നേഹിക്കപ്പെട്ടവനെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. കയ്യിൽ എന്തെങ്കിലും ഉള്ളവനെ കൊടുക്കാൻ പറ്റുള്ളൂ. സ്തോത്രം, സ്തോത്രം. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നിനക്ക് പറ്റണമെങ്കിൽ നിന്റെ അകത്താദ്യം ഒരു ബോധ്യം ഉണ്ടാകണം, ഞാൻ കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണ്. മറ്റുള്ളവരെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ അകത്തൊരു ബോധ്യം ഉണ്ടാകണം, ഞാൻ ക്രിസ്തുവിനാൽ അംഗീകരിക്കപ്പെട്ടവനാണെന്ന്. മറ്റുള്ളവരെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ അകത്തൊരു അരക്ഷിതാവസ്ഥയിൽ, ഒരു ഇൻസെക്യൂർ ഫീലിംഗിൽ ജീവിക്കുന്നവർക്ക് പറ്റില്ല. ഐ എം വെരി സെക്യൂർ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഞാൻ അംഗീകരിക്കപ്പെട്ടവൻ, ഞാൻ അരക്ഷിതാവസ്ഥയിൽ ജീവിക്കുന്നവനല്ല, ഞാൻ സുരക്ഷിതനാണെന്നുള്ള ബോധ്യം ആത്മാവിൽ ലഭിക്കണം. ഇതുണ്ടാകണമെങ്കിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് യേശുവിനോട് ബന്ധമുള്ളവരായിരിക്കണം.
ഞാൻ വിശുദ്ധ ബൈബിളിൽ ക്ഷമയ്ക്ക് അല്ലെങ്കിൽ ക്ഷമിക്കപ്പെടുക എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം യേശുവാണെന്ന് പറഞ്ഞു. സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം യേശു കർത്താവാണെന്ന് പറഞ്ഞു. അത് ഞാൻ യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ പ്രാരംഭ സമയം മുതൽ യേശു കർത്താവ് കുരിശിൽ കിടക്കുമ്പോഴും ഞാനത് വ്യക്തമായി കാണുകയാണ്. ഈ 7 words of Jesus on the cross എന്നൊരു പരാമർശമുണ്ട്. ക്രൂശിലെ 7 മൊഴികൾ. ഇനിയിപ്പോ ഈ വരുന്ന ദിവസങ്ങളിൽ ഏപ്രിൽ മാസം തുടങ്ങി പെസഹ മുതൽ ഈസ്റ്റർ വരെയുള്ള ദിനങ്ങളിലൊക്കെ കർത്താവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ചൊക്കെ നമ്മൾ മെസ്സേജുകൾ കേൾക്കും. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, കർത്താവ് ക്രൂശിൽ പറഞ്ഞ ആ 7 മൊഴികളിൽ ലൂക്കോസ് 23:34 യേശു പറയുകയാണ്, എന്നാൽ യേശു പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായക കൊണ്ട്, ഇവരെന്താണ് പ്രവർത്തിക്കുന്നതെന്ന് ഇവരറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ, പാപക്ഷമ യഥാർത്ഥമായി ലഭിച്ചവർക്കെ അതിന്റെ ആഴം അറിയത്തുള്ളെന്ന്. യേശു കർത്താവ് ഒരു പാപിനിയായ സ്ത്രീ വന്നപ്പോ ശിമയോന്റെ വീട്ടിലിരുന്ന് പറഞ്ഞു കേട്ടോ, അധികം ഇളച്ച് കിട്ടിയവൻ അധികം സ്നേഹിക്കും, കുറച്ച് ഇളച്ച് കിട്ടിയവൻ കുറച്ച് സ്നേഹിക്കും. ചിലർക്കൊക്കെ കർത്താവിനെ ഭയങ്കര സ്നേഹ, യേശുവിനെ കുറിച്ച് പറയുന്നത് അവരുടെ അകത്ത് ഭയങ്കര എരിവ, ഭയങ്കര പാഷനാ. ഞാൻ അതിശയോക്തി പറയുകയല്ല, ഞാൻ അങ്ങനെയുള്ള പലരെയും എൻ്റെ ആത്മീയ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ കാരണം എന്നാണെന്നറിയാവോ? അവരൊത്തിരി ഇളച്ചു കിട്ടിയവരാ. അവരുടെ കടം ഭയങ്കരമായിരുന്നു ദൈവസന്നിധിയിൽ. ആ കടച്ചീട്ടെല്ലാം കർത്താവ് എഴുതി തള്ളിയതാ. ആ കടപ്പത്രമെല്ലാം കർത്താവ് നീക്കിയതാ. കർത്താവിനോടുള്ള സ്നേഹമാ. ഹല്ലേലൂയ. ഞാൻ യേശുവിനെ അറിഞ്ഞില്ലായിരുന്നേ ഞാൻ ഈ ഭൂമി കാണുകയില്ലായിരുന്നു എന്നുള്ള അവരുടെ ബോധ്യമാ. അങ്ങനെ ബോധ്യമുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ഈ മെസ്സേജ് കേൾക്കുമ്പോൾ അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദി പറയുന്നു. ഹല്ലേലൂയ. എൻജോയ് യുവർ സ്പിരിച്വൽ ലൈഫ് മൈ ചിൽഡ്രൻ ഓഫ് ഗാഡ്. വീണുപോയവരെ നോക്കണ്ട, ഈ പാരമ്പര്യവാദികളെ ശ്രദ്ധിക്കണ്ട. നിങ്ങൾ എൻജോയ് ചെയ്യ കർത്താവിന്റെ സ്നേഹത്തെ. ആ എരിവൊട്ടും പോകരുത് നിങ്ങളുടെ അകത്തുനിന്ന്. കർത്താവിനോടുള്ള എരിവൊട്ടും പോകരുത് നിങ്ങളുടെ അകത്തുനിന്ന്. ദൈവത്തോടുള്ള സ്നേഹം ഒട്ടും നഷ്ടപ്പെട്ടു പോകരുത് നിങ്ങളുടെ അകത്തുനിന്ന്. അത് വർദ്ധിച്ചു വരട്ടെ. ഹല്ലേലൂയ. യേശു പറയുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവരറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണം. എന്നിട്ട് അതിന്റെ 43-ാമത്തെ വാക്യത്തിൽ തന്റെ ക്രൂശിനോട് ചേർന്ന് ക്രൂശിച്ചിരിക്കുന്ന കള്ളനോട് യേശു പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. അപ്പോ 7 മൊഴികൾ ഞാൻ ഇന്ന് വായിപ്പിക്കാൻ നേരമില്ല. ഞാൻ ഗുഡ് ഫ്രൈഡേ ദിവസം ആ മെസ്സേജ് എടുക്കുന്നതായിരിക്കും. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം യേശു പറയുന്നുണ്ട്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം? ഇവര് അറിവില്ലായ്മയിൽ നിന്ന് ചെയ്യുന്നത് കൊണ്ട് ഇത് ക്ഷമിക്കണം. അപ്പൊ അതിനകത്തൊരു ഓപ്പോസിറ്റ് സൈഡോട് ഉണ്ട് കേട്ടോ. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിന് ക്ഷമയില്ല എന്നൊരു മറുഭാഗവും കൂടെ ഉണ്ട്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിന് ഒരു പക്ഷെ ക്ഷമ കിട്ടിയെന്ന് വരത്തില്ല. അറിവില്ലായ്മയിൽ ഇവർ ചെയ്യുന്നത് കൊണ്ട് ക്ഷമിക്കണമേ എന്നാ കർത്താവ് പറഞ്ഞത്. എന്നിട്ട് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ക്ഷമിക്കുന്നവനും പലയിടത്തും മനഃപൂർവ്വം തോറ്റു കൊടുക്കുന്നവനുമാണ് ജീവിതത്തിൽ പലയിടത്തും വിജയിക്കുന്നത്. മനഃപൂർവമായിട്ട് ചിലടത്ത് തോറ്റു കൊടുക്കും. അവര് വാദിച്ച് തർക്കിച്ച് ജയിക്കാൻ നിൽക്കില്ല പാസ്റ്ററെ. ഞാനൊരു സത്യമായ ഒത്തിരി ചരിത്ര പുരുഷന്മാരുടെ ചരിത്രങ്ങൾ വായിച്ചൊരാൾ. എന്തിനാ അവരിലോട്ടൊക്കെ പോന്നേ? എന്റെ ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു തന്റെ ജീവിതത്തിൽ വിജയിച്ചത്, ജയിച്ച് കാണിച്ചത്, നമ്മളെ പഠിപ്പിച്ചത് ഈ സത്യമല്ലേ. ചരിത്രത്തിനകത്ത് ഇടം നേടിയവരെല്ലാം ക്ഷമിക്കുന്ന മനോഭാവങ്ങളുള്ളവരായിരുന്നു. തർക്കിക്കുന്നവരോട് തർക്കിക്കാനും ആർഗ്യൂ ചെയ്യുന്നവരോട് ആർഗ്യൂ ചെയ്യാനും വെറുതെ വായി വരുന്നതെല്ലാം പറഞ്ഞവരോട് മറുപടി പറയാനും പോകുന്നവരല്ലായിരുന്നു. തോറ്റുകൊടുക്കുന്ന മനോഭാവമുള്ളവരായിരുന്നു. ഞാൻ ഒരു മെസ്സേജ് പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ? ആ മെസ്സേജിൽ ഞാൻ ഇങ്ങനെയാ പറഞ്ഞത്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. അവിടെ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മൗനം സമ്മതമാണ് എന്നുള്ളതല്ല. മൗനം സമ്മതമായത് കൊണ്ടല്ല മിണ്ടാതിരിക്കുന്നത്.
മിണ്ടാതിരിക്കുന്നത് ഞങ്ങൾക്കൊരു ദൈവം ഉള്ളത് കൊണ്ടാണ്. മിണ്ടാതിരിക്കുന്നത് നമുക്കൊരു കർത്താവ് ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുന്ന, മനഃപൂർവ്വം പല മേഖലകളിലും തർക്കിക്കാൻ പോകാതെ വിട്ടുകൊടുക്കുന്ന മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തുവാൻ വിശ്വസ്തനാണ്. Ephesians chapter 4 verse 30, 31, 32, we find again more examples of how to forgive, and it talks about grieving the Holy Spirit, and the way in which you can grieve the Holy Spirit is by having bitterness, having wrath, anger, clamor, evil speaking. All these things, if you have inside, we will be grieving the Holy Spirit. And finally, be kind to one another, tender-hearted, forgiving one another, just as God in Christ also forgave you. Again, the example of Jesus Christ is given for how we are supposed to forgive. If you have experienced the depth of the sinfulness in your life, if you have gone away too far from the Lord, if you were in a so miserable situations that no human being can ever lift you up from the miry clay you were in, you can understand the forgiveness of the Lord. Traditionally, if you are born in a born again family, sometimes you may not be able to understand the depth, but if you have experienced the depth of your sinfulness and depravity, you will understand how much the Lord has forgiven you. If the Lord has not forgiven you, maybe you may not be in the face of the earth. Such a great forgiveness the Lord has given, and that is the hallmark, or that's the parameter with which you are supposed to forgive others. And when you move into Luke chapter 23 verse 34, Jesus, our hero on the cross, he says like this: Father, forgive them, for they do not know what they do. So on the cross also, the Lord is showing how we are supposed to forgive. The people who do things against you, maybe they may be acting out of ignorance. Do not answer to every problem which come across you. Do not argue with people who spits venom against you. Always be silent, be still in the presence of the Lord, because the Lord is there for you to fight. Do not do vengeance. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് നൽകുന്ന അതിപ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ്. അത് നിങ്ങളുടെ അകത്തൊരു റെവലേഷൻ ആകണം. സമയം ഒത്തിരി മുന്നോട്ട് പോകുന്നെന്ന് എനിക്കറിയാം. ഞാൻ ഒരു വേദഭാഗവും കൂടെ വായിച്ച് ഈ ഞായറാഴ്ചത്തെ ലൈവ് സർവീസിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ പറയുകയാണ്: പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. Let us love one another. അന്യോന്യം സ്നേഹമുള്ളവരാകുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹം ദൈവത്തിൽ നിന്നേ വരത്തുള്ളൂ. ഈ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിനകത്ത് പൗലോസ് പറയുന്നുണ്ട്: സ്നേഹം ക്ഷമിക്കുന്നു, സ്നേഹം ദയ കാണിക്കുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കണം, സ്നേഹം എവിടുന്നേ വരത്തുള്ളൂ? സ്നേഹം ദൈവത്തിൽ നിന്നേ വരത്തുള്ളൂ. ദൈവമുള്ളവന്റെ അകത്തുനിന്നേ സ്നേഹം വരത്തുള്ളൂ. വെരി സിമ്പിൾ. ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. ദൈവമുള്ളവന്റെ അകത്തുനിന്നേ സ്നേഹം വരത്തുള്ളൂ. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഐ ആം എ ബോൺ അഗെയിൻ എന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ അകത്ത് ലവ് ഓഫ് ഗാഡ് വേണം. കാരണം ദൈവം എന്ന് പറയുന്നത് ഈസ് എ കംപ്ലീറ്റ് ലവ്, അല്ലെ? അവൻ സ്നേഹത്തിന്റെ പൂർണ്ണതയാണ്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അതാ 8-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവം സ്നേഹം തന്നെയാണ്. ഞാൻ ഈ കാര്യം ഒന്നുകൂടെ പറയട്ടെ പ്രിയപ്പെട്ടവരെ. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു. ചില ആൾക്കാർ ഭയങ്കരമായിട്ട് പറയാറുണ്ട്, ഞാൻ ബോൺ അഗെയിൻ ആണോ, ഞാൻ വേർപെട്ട് ആരാധിക്കുകയാണെന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അകത്ത് ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകണം. കാരണം ദൈവം അങ്ങനെയാണ്. നായയുടെ കുട്ടി നായ്ക്കുട്ടി ആയിരിക്കണം, സിംഹത്തിന്റെ കുട്ടി സിംഹമായിരിക്കണം, പുലിയുടെ കുട്ടി പുലിയായിരിക്കണം, എലിയുടെ കുഞ്ഞ് എലിക്കുഞ്ഞായിരിക്കണം. ജനിച്ചവൻ ജനിപ്പിച്ചവനെ പോലിരിക്കണം, ജനിച്ചവൻ ജനിപ്പിച്ചവന്റെ സ്വഭാവം കാണിക്കണം. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ
നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നെങ്കിൽ നിങ്ങളെ വീണ്ടും ജനനത്തിലേക്ക് നയിച്ച കെടാത്ത ബീജം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. വചനം ദൈവമാണ്. അത് നിങ്ങളുടെ അകത്ത് നിക്ഷേപിക്കപ്പെട്ടാണ് വീണ്ടും ജനനം ഉണ്ടായതെങ്കിൽ, ബോൺ അഗെയിൻ ആയതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ക്രിസ്തുവിലാണ് വീണ്ടും ജനനം പ്രാപിച്ചതെങ്കിൽ സിംഹം ജനിപ്പിച്ചവൻ സിംഹത്തെ പോലിരിക്കണം. അവൻ നായെ പോലെ കുരയ്ക്കുമല്ല, കുറച്ചു നാൾ കഴിയുമ്പോൾ അവൻ ഗർജിക്കണം, ഇര പിടിക്കണം. നായുടെ കുട്ടി നായ്ക്കുട്ടി. ആരാണോ ജനിപ്പിച്ചത്, ജനിപ്പിച്ചവന്റെ ശബ്ദവും സ്വഭാവവും പ്രകൃതിയും എല്ലാം കാണിക്കണം. യഥാർത്ഥമായ ഒരുത്തൻ വീണ്ടും ജനിച്ചോ എന്ന് അറിയുന്നത് അവന്റെ ഉടുപ്പിലല്ല, സാരിയിലല്ല, ആഭരണങ്ങളിലല്ല, അവന്റെ സ്വഭാവത്തിൽ നിന്നാണ്. അവന്റെ വാക്ക്, അവന്റെ പെരുമാറ്റം, അവന്റെ ആറ്റിറ്റ്യൂഡ്, അവളുടെ സ്വഭാവം, മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹം, കരുതൽ, ഇതിനകത്ത് ദൈവത്തിന്റെ സ്വഭാവമാണ് അവിടെ പ്രകടമായി വരേണ്ടത്. അതുകൊണ്ടാണ് സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പൊ വീണ്ടും ജനനം പ്രാപിച്ചവന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. അല്ലാതെ ചിരിക്കാതെ മുഖവും വെട്ടി തിരിച്ചോണ്ട് പോകുന്നതല്ല, മൈൻഡ് പോലും ചെയ്യാതെ മുഖവും വെട്ടി തിരിച്ചോണ്ട് പോകുന്നതല്ല വീണ്ടും ജനനത്തിന്റെ ലക്ഷണം. ദൈവസ്നേഹമാണ്. ദൈവത്തെ അറിയുകയും ചെയ്തിരിക്കുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹം തന്നെ. ഇനി 18-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. സ്നേഹത്തിൽ ഭയമില്ല. ഓ ഹല്ലേലൂയ. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. സ്നേഹത്തിൽ ഭയമില്ല. കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്ന ഉറപ്പുള്ളവന്റെ അകത്ത് ഭയമില്ല. യേശു എന്നെ സ്നേഹിക്കുന്നു എന്ന ആ ബോധ്യം ലഭിച്ച സഹോദരി, നിന്റെ അകത്ത് ഭയത്തിന് ഇടമില്ല. കാരണം ഭയത്തിന് ദണ്ഡനമുണ്ട്. ഭയം നിങ്ങളിൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്നു. ഭയം നിങ്ങളിൽ ഡിപ്രഷൻ ഉണ്ടാക്കുന്നു. ഭയം നിങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. ഭയം നിങ്ങളിൽ ആവശ്യമില്ലാത്ത ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നു. ഭയം നിങ്ങളിൽ പല ബുദ്ധിമുട്ടുകളും കൊണ്ടുവരുന്നു. ഭയം നിങ്ങളുടെ മനസ്സിനെയും വികാരങ്ങളെയും ധന്യപ്പിക്കുന്നു. പക്ഷേ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്ന ബോധ്യം, ഞാൻ സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള ബോധ്യം എന്റെ അകത്ത് ശത്രു കൊണ്ടുവരുന്ന സകല ഭയത്തെയും പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ ദൈവസ്നേഹത്തിൽ തികഞ്ഞവനല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ഒറ്റ കാര്യം അകത്ത് കയറിയാ മതി. എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്നത്. എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. എന്റെ കർത്താവ് എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് എന്റെ സഹോദരവർഗങ്ങളുടെ ഇടയിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്റെ കർത്താവ് എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് അവൻ എന്നെ നീതീകരിച്ചത്. എന്റെ കർത്താവ് എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് എന്റെ പാപങ്ങളെ അവന്റെ പരിശുദ്ധ രക്തത്താൽ കഴുകിയത്. എന്റെ കർത്താവ് എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് അവന്റെ ഏറ്റവും വലിയ കൃപ എന്റെ മേൽ പകർന്നത്, തന്റെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയച്ചത്. അതുകൊണ്ട് എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ ഒന്നിനെയും ഭയക്കുന്നില്ല. എന്നെ സ്നേഹിക്കുന്ന എന്റെ പിതാവ് എന്നെ കരുതുവാൻ വിശ്വസ്തൻ. എന്നെ സ്നേഹിക്കുന്ന എന്റെ ദൈവം എന്നെ മാനിക്കുവാൻ വിശ്വസ്തൻ. എന്നെ സ്നേഹിക്കുന്ന എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ വിശ്വസ്തൻ. എന്നെ സ്നേഹിക്കുന്ന എന്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കുവാൻ വിശ്വസ്തൻ. എന്നെ സ്നേഹിക്കുന്ന എന്റെ കർത്താവ് എന്റെ തലമുറകളെ കരുതുവാൻ വിശ്വസ്തൻ. എന്നെ സ്നേഹിക്കുന്ന എന്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതത്തിന്റെ വഴികളെ തുറക്കുവാൻ വിശ്വസ്തൻ. അതുകൊണ്ട് ഈ സ്നേഹം, കർത്താവിന്റെ സ്നേഹം എന്റെ അകത്തുള്ളതിനാൽ ആ തികഞ്ഞ സ്നേഹം, യേശുവിന്റെ സ്നേഹം, കാൽവരി ക്രൂശിലെ സ്നേഹം, ജീവൻ നൽകിയ സ്നേഹം, രക്തം നൽകിയ സ്നേഹം, ജീവിതത്തെ നൽകിയ സ്നേഹം, തന്റെ ആത്മാവിനെ നൽകിയ സ്നേഹം, ആ നിത്യജീവനെ നൽകിയ സ്നേഹം നിങ്ങളുടെ അകത്തു നിന്ന് എല്ലാ ഭയത്തെയും പുറത്താക്കി കളയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പ്രിയരെ, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാമും സ്നേഹിക്കുന്നു. ഓ, we love him because he first loved us. Hallelujah. എന്നെ സ്നേഹിച്ചാൽ ഞാൻ സ്നേഹിക്കും എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യു ആർ നോട്ട് എ ചൈൽഡ് ഓഫ് ഗോഡ്, യു ആർ നോട്ട് ബോൺ അഗൈൻ പേഴ്സൺ. എനിക്ക് തന്നാ ഞാൻ കൊടുക്കും, എന്നെ കരുതിയാൽ ഞാൻ കരുതും, എന്നോട് എങ്ങനെ നിൽക്കുന്നോ ഞാൻ അങ്ങനെ നിൽക്കും. No, he loved him because he first loved us.
അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു. ആദ്യം കയറി ചിരിക്കുന്നവർക്കായി സ്തോത്രം, ആദ്യം ചെന്ന് കൈ കൊടുക്കുന്നവർക്കായി സ്തോത്രം, ആദ്യം ചെന്ന് മിണ്ടുന്നവർക്കായി സ്തോത്രം, ആദ്യം അടുത്ത് ചെന്ന് എന്നാ ഉണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നവർക്കായി സ്തോത്രം. അവൻ എന്നെ കണ്ടോന്ന് ഞാൻ ഒന്ന് അറിയട്ടെ, എന്റെ അടുത്ത് വരുന്നോന്നൊന്ന് നോക്കട്ടെ എന്ന് പറയല്ല പ്രിയരേ. കർത്താവ് ഇങ്ങോട്ട് വന്ന് നമ്മളെ സ്നേഹിച്ചതുപോലെ അങ്ങോട്ട് ചെന്ന് കൈ കൊടുക്കുന്നവർക്കായി, അങ്ങോട്ട് ചെന്ന് മിണ്ടുന്നവർക്കായി, അങ്ങോട്ട് ചെന്ന് സ്നേഹിക്കുന്നവർക്കായി, അങ്ങോട്ട് ചെന്ന് കരുതുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. വേദപുസ്തകത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യാണ്. മുഖത്ത് നോക്കി ഇന്ന പുള്ളി കള്ളനാന്ന് പറഞ്ഞത് ഈ ഫേസ്ബുക്കിൽ പറയുന്ന സംഭവം അല്ല ഇത് കേട്ടോ. ഫേസ്ബുക്കിൽ ചിലരെ നോക്കി അവൻ കള്ളനാന്ന് പറയും, നാളെ നല്ലവനാന്ന് പറയും, അടുത്ത ദിവസം വീണ്ടും കള്ളനാന്ന് പറയും, പിന്നെ അത് കഴിഞ്ഞ് പുള്ളി ആയിരുന്നു ഏറ്റവും നല്ലതെന്ന് പറയും. അതല്ല, ഇത് മാറ്റമില്ലല്ലോ. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് ചേഞ്ചസ് ഇല്ല. ബൈബിൾ ഒരുത്തനെ നോക്കി അവൻ നല്ലവനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലവനാണ്, കള്ളനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലം എത്ര കഴിഞ്ഞാലും അവൻ കള്ളൻ തന്നെയാണ്. ആരാണ് കള്ളൻ? ആരാണ് കള്ളൻ? സ്നേഹമില്ലാത്തവൻ, സഹോദരനെ സ്നേഹിക്കാത്തവൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതല്ല. പറ്റുകയില്ലെന്ന് എഴുതിയിരിക്കുന്നേ, പറ്റത്തില്ല. എന്റെ തൊട്ടു മുമ്പിൽ ഇരിക്കുന്ന എന്റെ സഹോദരനെ, എന്റെ മുമ്പിലൂടെ നടന്നു പോകുന്ന മനുഷ്യനെ എനിക്ക് നോക്കി ചിരിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, മിണ്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ, സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, കണ്ടിട്ടില്ലാത്ത ദൈവത്തെ എനിക്കെങ്ങനെ സ്നേഹിക്കാൻ കഴിയും? ഞങ്ങൾ ഈ ഗോഡ്സ് ലവ് ചാരിറ്റിയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ചിലയിടത്തൊക്കെ ചെല്ലുന്ന സമയങ്ങളില് എന്റെ കൂടെ ജിജി പാസ്റ്ററും അല്ലെങ്കിൽ മറ്റാരെങ്കിലും കാണും. ആ സ്ഥലം ഒന്ന് കാണാൻ, അവരുടെ അവസ്ഥയൊന്ന് കാണാൻ, അവരുടെ വീടൊന്ന് കാണാൻ, അവരുടെ ബുദ്ധിമുട്ട് അവരെങ്ങനെ ആയിരിക്കുന്നതെന്ന് അറിയാൻ അറിഞ്ഞു കേട്ട് പോകുന്നതായിരിക്കും. എന്നെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴേ എൻ്റെ കൂടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ ചെന്ന് കഴിയുമ്പം പിന്നെ കമ്മിറ്റിയും തീരുമാനങ്ങളൊന്നും ഇല്ല. പിന്നെ അവിടെ പിന്നെ കമ്മിറ്റി ഇല്ല, തീരുമാനമില്ല. നമ്മൾ ഒരാളുടെ അവസ്ഥ കണ്ടാൽ, നമ്മൾ ഒരാളുടെ ബുദ്ധിമുട്ട് കണ്ടാൽ പിന്നെ ഒന്നും നോക്കുന്നില്ല പ്രിയരെ, പിന്നെ ഒന്നും നോക്കുന്നില്ല. അവിടെ ചർച്ചിന്റെ അക്കൗണ്ടിൽ എന്നാ പൈസ ഉണ്ടെന്നോ, ഇപ്പൊ അത് ചെയ്യാൻ പറ്റുമെന്നോ, കൊടുക്കാൻ പറ്റുമെന്നോ ഉള്ള ചിന്തകളൊന്നും പിന്നെ അവിടെ വരുന്നില്ല. ഹല്ലേലൂയ. ദാവീദ് പുത്രാ യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് ഒരുത്തൻ റോഡിൽ ഇരുന്ന് നിലവിളിക്കുമ്പോ എനിക്ക് ഇന്ന് ഡേറ്റ് ഇല്ലെന്ന് പറയില്ല, എനിക്കിന്ന് നേരെ ഇല്ലെന്ന് പറയില്ല അവൻ. ഹല്ലേലൂയ. ഈ ജനം 3 നാളായി എന്റെ കൂടെ പാർക്കുന്നു, അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ എനിക്ക് മനസ്സില്ല. കമ്പാഷൻ, സഹജീവികളോടുള്ള കമ്പാഷൻ, വിശക്കുന്നവരോടുള്ള കമ്പാഷൻ, ക്രൂശിൽ കിടന്ന് നിലവിളിക്കുന്ന കള്ളനെയോട് ക്ഷമിക്കാനുള്ള, നിങ്ങൾ ഇവിടെ ഒരു കാര്യങ്ങൾ ക്ഷമിക്കണോന്ന് പഠിപ്പിച്ചവനുണ്ടല്ലോ. ആ മരണത്തിന്റെ അറ്റത്ത് നിൽക്കുമ്പോഴും പെടയുമ്പോഴും, ക്രൂശിൽ കിടന്ന് പെടച്ചിലും പെടയുമ്പോഴും, പ്രസംഗം മാത്രം താഴെ, ഭൂമി മാത്രമല്ല, ഈ ഭൂമിയുടെ ഒത്ത നടുക്കവനെ ക്രൂശിച്ച് തൂക്കിയിട്ടിരിക്കുമ്പോഴും പ്രസംഗം പ്രവൃത്തിയിൽ വെളിപ്പെടുക. താങ്ക് യു ജീസസ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുകയും പ്രസവിച്ച അമ്മയെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുകയും സ്വന്തം വീട്ടിൽ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ പാർക്കുന്ന തൊട്ടപ്പുറത്തെ ബെഡ്റൂമിൽ കിടക്കുന്ന അമ്മയോടും അപ്പനോടും മിണ്ടാത്ത സഹോദര സഹോദരി, യു ആർ നോട്ട് എ ചൈൽഡ് ഓഫ് ഗോഡ്. റിപ്പന്റ് യുവർസെൽഫ് ടുഡേ മോർണിംഗ്. മനസാന്തരപ്പെട്, മനസാന്തരപ്പെട്, മടങ്ങി വാ. താങ്ക് യു ജീസസ്. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതല്ല. നിങ്ങളത് എഴുതി വെച്ചോണം. കഴിയുന്നതല്ലെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. അവരിനി എന്നൊക്കെ പ്രകടനങ്ങൾ കാണിച്ചാലും അപ്പനെ അമ്മയെ സ്നേഹിക്കുവാൻ, സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, ജാതിയും മതവും നോക്കാതെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ പ്രിയരെ. ഈ ഒരു ആയുസ്, ഈ ഒരു ജീവിതം
കയ്പ് വെച്ചും പക വെച്ചും തീർക്കാനുള്ളതല്ല. നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്ന് മനസ്സ് പറയുന്നുണ്ടോ? നിന്റെ യാഗവസ്തു അവിടെ വെക്ക്. ഈ ഞായറാഴ്ച പകലിൽ അല്ലെങ്കിൽ എപ്പോഴായി മെസ്സേജ് കേൾക്കുന്നേ? കർത്താവിന്റെ സന്നിധിയിലോട്ടൊന്ന് ഓടിവാ. അപ്പാ, എനിക്ക് ആ വ്യക്തിയോട് ക്ഷമിക്കുവാൻ കൃപ തരണമേ. അവർ തന്ന വേദന ഞാൻ നിനക്ക് തരുന്നു. ക്ഷമ ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കുന്നു. അവർ തന്ന വേദന ഞാൻ നിനക്ക് തരുന്നു. ക്ഷമ ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ സമ്പൂർണരായിരിക്കുന്നത് പോലെ നിങ്ങൾ എല്ലാറ്റിലും സൽഗുണ സമ്പൂർണരായിരിക്കുകയും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ല ദൈവമേ, ഈ നല്ല ഞായറാഴ്ചയ്ക്കായി സ്തോത്രം. അവിടുത്തെ കരങ്ങളിലോട്ട് നിന്റെ മക്കളെ നൽകി തരുകയാണ്. ഈ പകലിൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. അവിടുത്തെ കരത്തിനായി സ്തോത്രം. അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. എല്ലാ കണ്ണുകളും നടച്ച ക്രൂശിലേക്ക് നോക്കിയേ. ആ ക്രൂശിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഒന്ന് ഉയർത്തിയേ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം നമ്മളോടുള്ള സ്നേഹത്തെ ക്രൂശിൽ പ്രദർശിപ്പിച്ചു. സക്കായിയെ, നീ വേഗം ഇറങ്ങി വാ, ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞവൻ ഇവനും അബ്രഹാമിന്റെ സന്തതിയാകയാൽ ഇവന് രക്ഷ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ക്ഷമിച്ച കർത്താവ്, ക്ഷമിക്കുന്ന യേശു, അവനായിരിക്കട്ടെ നിങ്ങളുടെ ക്യാപ്റ്റൻ, അവനായിരിക്കട്ടെ നിങ്ങളുടെ ലീഡർ, അവനായിരിക്കട്ടെ നിങ്ങളുടെ ലോർഡ്, അവനായിരിക്കട്ടെ നിങ്ങളുടെ സേവിയർ, അവനായിരിക്കട്ടെ നിങ്ങളുടെ എല്ലാം എല്ലാം എല്ലാം. താങ്ക് യു ജീസസ്. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവ സ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ. സ്നേഹ സാഗരമാ സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്നു, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കും? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട് 7 വട്ടമല്ല 70 വട്ടമെന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ക്ഷമയുടെയും സ്നേഹത്തിന്റെയും മാതൃകയായ കർത്താവിനെ പിൻപറ്റാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരണം.
ഈ കർത്താവിനെ നിങ്ങൾ ഒരിക്കൽ മീറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാവോ? ഇങ്ങനെ ക്ഷമിക്കുന്ന കർത്താവിനെ തള്ളിപ്പറഞ്ഞ് ഇതേ പത്രോസ് ആണയിട്ട് പ്രാഗി ഇറങ്ങിപ്പോയി. കർത്താവ് ക്രൂശിതനായി കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുന്നതിനൊക്കെ മുൻപ് പത്രോസ് പടകും വലയെടുത്ത് കാനായിലെ നഥനയേലിനെയും തന്റെ സഹോദരങ്ങളെയൊക്കെ വിളിച്ച് യോഹന്നാനെയൊക്കെ വിളിച്ച് വീണ്ടും പഴയ പടകും വലയെടുത്ത് മീൻ പിടിക്കാൻ കടന്നുപോയി. തിബിരിയാസിന്റെ കടൽക്കരയിൽ കനലിൽ ചുട്ട അപ്പവും മീനുമായി യേശു അവനെ കാത്തു നിന്നു. അത് യേശു ആണെന്നറിഞ്ഞ് ഫേസ് ചെയ്യാൻ പത്രോസിന് യേശുവിനെ ഫേസ് ചെയ്യാനുള്ള മനസ്സില്ലാത്തതുകൊണ്ട് വെള്ളത്തിൽ എടുത്ത് ചാടി മുങ്ങി. പിന്നത്തേതിൽ അവൻ കർത്താവിന്റെ അടുക്കൽ വന്നു. യേശു അവനെ കാത്തിരുന്നു. ചങ്കിനോട് ചേർത്ത് പിടിച്ച് ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എങ്കിൽ നീ എന്റെ ആടുകളെ മേയിക്കുക. യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എങ്കിൽ നീ എന്റെ ആടുകളെ മേയിക്കുക. ഒരു വലിയ കൂട്ടത്തെ നയിക്കാൻ വേണ്ടത് പണമല്ല. ഒരു വലിയ കൂട്ടം ആടുകളെ നടത്താൻ വേണ്ടത് ഈ ലോകത്തിന്റെ കൈമെടുക്കും തന്റെ ഇടവും ഇലക്ഷനും ബാലറ്റ് പേപ്പറും വോട്ടുമല്ല. സ്നേഹമുള്ളൊരു ഹൃദയം, ദൈവ സ്നേഹമുള്ളൊരു ഹൃദയം, അത് ദൈവദാസന്മാരിൽ ഉണ്ടാകട്ടെ, അത് വിശ്വാസികളിൽ ഉണ്ടാകട്ടെ, അതൊപ്പം നിൽക്കുന്നവരിൽ ഉണ്ടാകട്ടെ, അതെല്ലാവരിലും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യനാണെന്ന് എല്ലാരും അറിയും. എല്ലാരും അറിയും. എല്ലാരും യേശുവിനെ അറിയാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എല്ലാവരും നിങ്ങളിലൂടെ യേശുവിനെ അറിയാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അത് മറ്റൊന്നല്ല. ദൈവമക്കളെ, അവനെ അറിഞ്ഞവരിൽ പരസ്പര സ്നേഹം ഉണ്ടാകട്ടെ, പരസ്പരം ബഹുമാനിക്കുന്നവരാകട്ടെ, പരസ്പരം കരുതുന്നവരാകട്ടെ, പരസ്പരം ക്ഷമിക്കുന്നവരായിരിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹമാം ദൈവമേ, നീ എന്നെ